ദൈവകരുണയുടെ തിരുനാളിനൊരുക്കമായി ഷെഖേന ചാനലിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ കരുണക്കടലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ലോകം മുഴുവനെയും നമുക്ക് കർത്താവിൻ്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വപൂർണമായ ഈ തിരുനാൾ ആഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകണം. പ്രസാദവരത്തിൻ്റെ നിറവോടെ കർത്താവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച്, അവിടുന്ന് നൽകിയ സന്ദേശങ്ങൾക്കനുസരിച്ച് ഈ തിരുനാൾ ആഘോഷിക്കുവാൻ നമുക്കിടയാകട്ടെ. 118 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം നിലനിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടുത്തെ കാരുണ്യം നിലനിൽക്കുന്നു. ഒരു ഉറപ്പുള്ള, നിലനിൽക്കുന്ന, ഏത് അവസ്ഥയിലും, ഏത് രോഗത്തിലും, ഏത് പാപാവസ്ഥയിലും, ഏത് തകർച്ചയിലും ഒരിക്കലും മാറാത്ത, നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെയോർത്ത് കർത്താവിന് നന്ദി പറയാം. നമുക്കറിയാം, ഈ ലോകത്തിലെ മറ്റൊന്നിനും ഉറപ്പില്ല. അത് ശരിക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാരുണ്യം, നിലനിൽക്കുന്ന കാരുണ്യം നമുക്ക് ആശ്വാസം തരുന്നു. അതുകൊണ്ട് തന്നെ സങ്കീർത്തകൻ 118 സങ്കീർത്തനത്തിൻ്റെ 8 വചനം, വിശുദ്ധ ബൈബിളിലെ മധ്യവചനം അല്ലെങ്കിൽ കേന്ദ്രവചനം എന്ന് പറയപ്പെടുന്ന ഈ 8 വചനത്തിലൂടെ പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ശരണപ്പെടുന്നത് നല്ലത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ ഒന്നിലും ആശ്രയിക്കാനില്ല, മനുഷ്യനിലും ആശ്രയിക്കാനില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായത്തിന്റെ 22 വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനിൽ നീ ആശ്രയിക്കരുത്, അവൻ ഒരു ശ്വാസം മാത്രം, അവന് എന്തു വിലയുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, എങ്ങും ആശ്വാസം കണ്ടെത്താൻ പറ്റാത്ത, എങ്ങും പ്രത്യാശ കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ദൈവം പറഞ്ഞ വചനങ്ങൾ അച്ചിട്ട പോലെ സത്യമാണെന്ന് അനുഭവത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തി, നിലനിൽക്കുന്ന കാരുണ്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 22 അധ്യായത്തിന്റെ 22 വചനം, വീണ്ടും വെളിപാട് പുസ്തകം 4 അധ്യായത്തിന്റെ 7 വചനം, രണ്ടും ചേർന്ന് പോകുന്ന വചനമാണ്. അവിടെ നാം വായിക്കുന്നു, സത്യവാനും പരിശുദ്ധനും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനുമായ സർവശക്തനായ ദൈവം എൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ കാരുണ്യം എന്നും നിലനിൽക്കുന്ന കാരുണ്യമാണ്. ഈ കരുണയിൽ ശരണപ്പെടണം, ഈ കരുണയിൽ ആശ്രയിക്കണം, ഈ കരുണയിൽ സമർപ്പിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ വിശുദ്ധ ഫൗസ്ത്യനായ്ക്ക് തൻ്റെ ഛായാചിത്രം കാണിച്ചു കൊടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ട് ആ പടത്തിന് താഴെ എഴുതി വയ്ക്കാൻ പറഞ്ഞു, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഉറപ്പുള്ള കാരുണ്യത്തിൽ, നിലനിൽക്കുന്ന കാരുണ്യത്തിൽ ശരണപ്പെടാൻ ആയിട്ട് ഈശോ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാരുണ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പാപത്തിൽ വീണാലും, രോഗത്തിൽ വീണാലും, നാശത്തിൽ വീണാലും, തകർച്ചയിൽ വീണാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും ഈ കാരുണ്യം എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് 127 സങ്കീർത്തനത്തിൽ 2 വചനത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. തനിക്ക് പ്രിയപ്പെട്ടവർ, തൻ്റെ കരുണയിൽ ശരണപ്പെട്ട് തന്നിൽ ആശ്രയിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് അവർ ഉറങ്ങുമ്പോൾ പോലും അവർക്ക് വേണ്ടത് കർത്താവ് നൽകുന്നു. നിയമാവർത്തന പുസ്തകത്തിന്റെ 4 അധ്യായം 7 തിരുവചനം നാം വായിക്കുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ, ദൈവം ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ കരുണയിലേക്കാണ്
കർത്താവ് നമ്മളെ ചേർത്ത് വിളിക്കുന്നത്. കർത്താവ് നമ്മെ വലിയ ദാഹത്തോടെ വിളിച്ച് ചേർത്ത് പിടിക്കുന്നത്. ആ കരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പിന്നെ ഒരു കാര്യം പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഓർക്കണം, ഈ ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കണമെങ്കിൽ, ഈ ദൈവത്തിലുള്ള ഉറപ്പ് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്കാണ് കർത്താവ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ പാപങ്ങളോർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം. നമ്മുടെ അകൃത്യങ്ങളോർത്ത് നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. ദൈവസന്നിധിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈശോ പറഞ്ഞില്ലേ, ഒരുവന്റെ പാപം ഈ ഭൂമിയിലെ എല്ലാ മണൽത്തരികളെക്കാളും അധികമായി കൊള്ളട്ടെ, അവനും അവളും ആ പാപത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കരുണയിലേക്ക് തിരിഞ്ഞാൽ ഞാൻ അവരോട് കരുണ കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പാപങ്ങളോർത്ത് നമ്മൾ അനുതപിക്കണം. നാളെ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രസാദവരത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ച് ദൈവമക്കളുടെ ആ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് ആ കരുണയിൽ ശരണപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും നമ്മിലും നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും സംഭവിക്കും. അതോടൊപ്പം തന്നെ ലോകം മുഴുവനും വേണ്ടി നമ്മൾ ഇന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപത്തിൽ വീണുപോയ മക്കള്, മാനസാന്തരപ്പെടാൻ പറ്റാത്ത വിധം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട മക്കള്, അടിമപ്പെട്ടു പോയ മക്കൾ, ഈ മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ലോകം മുഴുവനെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനെന്നോ പ്രിയപ്പെട്ട മക്കളെ, ഒരു പാപബോധം നമുക്ക് വേണം. ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടു പോയ വലിയൊരു അനുഗ്രഹമാണ് മക്കളെ പാപബോധം ഇല്ലാത്ത അവസ്ഥ. അതൊരു അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി. പശ്ചാത്താപിക്കാൻ പറ്റാത്ത അവസ്ഥ, കഠിനമായ ഹൃദയമായി പോയ അവസ്ഥ, പാപം ചെയ്തിട്ടും അത് പാപമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഗതികെട്ട ദുരന്താവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മൾ എളിമപ്പെട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം, പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട്, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം തരും. ഭയങ്കര പ്രത്യാശയല്ല മക്കളെ, ദൈവം നമുക്കെല്ലാം തരുക. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈശോ പറയാ, അവൻ വരും, അവൻ നിങ്ങളുടെ കൂടെ വസിക്കും, അവൻ നിങ്ങളെ സഹായിക്കും, അവൻ നിങ്ങൾക്ക് ജ്ഞാനം തരും, വചനം ഉറപ്പിച്ചു തരും. അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം പഠിപ്പിക്കും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് വേണ്ടതാണ് ഈ അനുതാപം. അതിനെന്തു വേണം? പാപബോധം, നീതിയെക്കുറിച്ചുള്ള ബോധ്യം വേണം. അതോടൊപ്പം തന്നെ ന്യായവിധി. ഇന്ന് ആ ഒരു തലത്തിൽ ലോകം മുഴുവനെയും നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന മക്കളൊക്കെ കണ്ണുകളടച്ച് ഈ കാരുണ്യത്തിൻ്റെ നിലനിൽക്കുന്ന ഉറപ്പിലേക്ക് കടന്നു വരുവാൻ, പാപത്തെ വിട്ടുപേക്ഷിച്ച് മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കടന്നു വരുവാൻ പാപബോധവും പശ്ചാത്താപവും നൽകി പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും ഇറങ്ങി വരണമേ എന്ന് ഒരുമയോടെ വലിയ ദാഹത്തോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണേ, പാവനമാകും ഈ വേളയിൽ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇറങ്ങിയിടണേ, പാവനമാകും ഈ വേളയിൽ. ദാനങ്ങളേഴും ഏകിരിദാസരെ ശക്തിയാൽ നിറക്കേണമേ. ഓ പരിശുദ്ധാത്മാവേ, ദാനങ്ങളേഴും ഏകിരിദാസരെ ശക്തിയാൽ നിറക്കേണമേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണേ, പാവനമാകും ഈ വേളയിൽ. ആത്മാവേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ ആത്മാവേ. ആത്മാവേ, ലോകം മുഴുവനിലും നിറയണമേ ആത്മാവേ. എല്ലാ മക്കളിലും വന്ന് നിറയണമേ ആത്മാവേ.
ഓ പരിശുദ്ധാത്മാവേ, പാപബോധം ഞങ്ങൾക്ക് നൽകുവാൻ, അനുതാപം ഞങ്ങൾക്ക് നൽകുവാൻ, പശ്ചാത്താപം ഞങ്ങൾക്ക് നൽകുവാൻ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനത്താൽ ലോകം നിറയട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ലോകം നിറയട്ടെ. വലിയ പാപബോധത്താലും പശ്ചാത്താപത്താലും മാനവകുലം നിറയട്ടെ. പശ്ചാത്താപത്തോടെ ദൈവകരുണയിലേക്ക് തിരിയുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ലോകരാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ലോകത്തിനായെന്നും സേവനം ചെയ്തിടുവാൻ, ലോകത്തിനായെന്നും സേവനം ചെയ്തിടുവാൻ ദാസരാം ഇവരെ നീ അനുഗ്രഹിക്കൂ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണേ പാവനമാകും ഈ വേളയിൽ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലും നിറയണമേ. ലോകം മുഴുവനിലും നിറയണമേ. ആത്മാവേ, എല്ലാ മക്കളിലും നിറയണമേ. എല്ലാ കുടുംബങ്ങളിലും നിറയണമേ. എല്ലാ രാജ്യങ്ങളിലും നിറയണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലും നിറയണമേ. പാപബോധമില്ലാത്ത മക്കളിലും നിറയണമേ. പശ്ചാത്തപിക്കാൻ പറ്റാത്ത വിധം ഹൃദയം അന്വീഭവിച്ചു പോയ മക്കളിൽ നിറയണമേ. കഠിന ഹൃദയമായി പോയ മക്കളിലേക്ക് വന്ന് നിറയണമേ. ആത്മാവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളായിരിക്കുന്ന രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ലോകരാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാനാജാതി മതസ്ഥരായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരീശ്വരവാദത്തിലും യുക്തിവാദത്തിലും കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥയിലും അന്ധവിശ്വാസത്തിലും ഒക്കെ കഴിയുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായ ജ്ഞാനം കൊണ്ട് നിറച്ച്, യഥാർത്ഥമായ സത്യം മനസ്സിലാക്കി കൊടുത്ത്, യഥാർത്ഥമായ പാപബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിച്ച്, കർത്താവേ, അങ്ങയുടെ മക്കളെ, അങ്ങയുടെ സൃഷ്ടികളെ അങ്ങയുടെ സ്വന്തമാക്കുവാൻ വലിയ അഭിഷേകത്തിലേക്ക് ലോകം മുഴുവനെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തിന് വേണ്ട അഭിഷേകം അങ്ങയുടെ മക്കൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളിൽ സംഭവിക്കട്ടെ. വചനത്തിൻ്റെ ജീവനും ആത്മാവും ഞങ്ങളിൽ നിറയട്ടെ. അതിനനുസരിച്ച് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി, പരിവർത്തനം വരുത്തി, അങ്ങയിലേക്ക് തിരിഞ്ഞ് അങ്ങയുടെ കരുണ സ്വന്തമാക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ കരുണയിലേക്ക് ദൈവം വീണ്ടും വീണ്ടും നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ കരുണയുടെ തിരുനാളിൻ്റെ തലേദിവസം പ്രത്യേകമാവിധം ധ്യാനിക്കുകയും ചിന്തിക്കുകയും അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കുവാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപം എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ എനിക്ക് നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവകരുണ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തൻ്റെ മക്കൾ തിരിയാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന വലിയ ദാനമാണ്. ഈ ദാനത്തെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ,
തിന്മകളെ, മ്ലേച്ഛതകളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കർത്താവിലേക്ക് തിരിയണം. ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ദൈവത്തിനെല്ലാം സാധ്യമാണോ? നിങ്ങൾ ചോദിച്ചു നോക്കിക്കേ, ദൈവത്തിനെല്ലാം സാധ്യമാണോ? ചാടി എല്ലാവരും പറയും ഒക്കെ സാധ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് എല്ലാം സാധ്യമല്ല. ഇപ്പം ഞാൻ പറയാം, ബോസ്കോച്ചനെ ഒരു വിശുദ്ധനാക്കണമെന്ന് ദൈവം വിചാരിച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. കാരണം എനിക്ക് ഇന്നലെ നമ്മൾ കണ്ടു, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. നന്മയും തിന്മയും എൻ്റെ മുമ്പിലുണ്ട്. ലോകവും ജഡവും എൻ്റെ മുമ്പിലുണ്ട്. വചനം എൻ്റെ മുമ്പിലുണ്ട്. കൽപ്പനകൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ഈ കൽപ്പനകളെ, ദൈവത്തെ, ജീവനെ സ്വീകരിക്കാതെ തിന്മയെ, ലോകത്തെ, ജഡത്തെ സ്വീകരിച്ചാൽ ഞാൻ മരിക്കും, ഞാൻ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ദൈവത്തിന് അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നത്, നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പിതാവായ ദൈവം തൻ്റെ മക്കളായ നമ്മെ രക്ഷിക്കുവാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്നു. തൻ്റെ ഏകജാതൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി. ഇനി പിതാവിന്, നമ്മുടെ അപ്പന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാനില്ല. എല്ലാം ചെയ്തു കഴിഞ്ഞു. എവറിത്തിങ് ഈസ് ഡൺ. എല്ലാം ചെയ്തു കഴിഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21 അധ്യായത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5 അധ്യായത്തിലും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5 അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നത്, കർത്താവ് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിനു ചുറ്റിയും വലിയ കോട്ട കെട്ടി, മുന്തിരി ചക്ക് സ്ഥാപിച്ചു, നല്ല ഇനം മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. എന്നാൽ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഉണ്ടായത് കാട്ടുമുന്തിരി പഴങ്ങളാണ്. പിന്നീട് കർത്താവ് അതിനോട് ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും. വീണ്ടും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം സ്ഥാപിച്ചതിന് ശേഷം അവരെ വേലക്കാരെ ഏൽപ്പിച്ചു. എന്നിട്ട് ഫലം തേടിക്കൊണ്ട് തൻ്റെ ദാസന്മാരെ യജമാനൻ അയക്കുന്നുണ്ട്. അവരെ പീഡിപ്പിച്ചു, അവരെ ചിലരെ കൊന്നുകളഞ്ഞു. സംഭവം നമുക്കറിയാം. അവസാനം തൻ്റെ ഏകജാതനെ തന്നെ ഈ അപ്പൻ, ഈ പിതാവ് അയക്കണം. ആ ഏകജാതനെ അവർ കൊന്നുകളഞ്ഞു, സ്വീകരിച്ചില്ല. പിന്നീട് വരുന്ന ശിക്ഷാവിധിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം തൻ്റെ മക്കളായ നമ്മൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ കരുണയിലേക്ക് ഇനി ഞാനും നീയും തിരിയുക എന്നുള്ളത് എൻ്റെയും നിൻ്റെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറയുന്നുണ്ട്. ഈശോ പറയുകയാണ്, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു, എൻ്റെ മകളെ, സർവ്വലോകത്തോടും എൻ്റെ കരുണയെപ്പറ്റി നീ പറയുക. മാനവകുലം മുഴുവനും എൻ്റെ അളവറ്റ കരുണ അറിയാൻ ഇടയാകട്ടെ. എന്നിട്ട് പറയാണ്, ഇത് യുഗാന്ത്യത്തിൻ്റെ അടയാളമായിരിക്കും. ഇത് യുഗാന്ത്യത്തിൻ്റെ അടയാളമായിരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 21 അധ്യായത്തിൽ തിബേരിയൂസ് കടൽ തീരത്ത് ഈശോ ചെല്ലുന്ന രംഗം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിച്ചു കാണും. അവിടെ ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളിൽ ഒന്നാണിത്. ശിഷ്യന്മാരെ പത്രോസ്ലീഹ മീൻ പിടിക്കാൻ, നമുക്ക് സംഭവം അറിയാം, മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല, നേരം വെളുത്തു. ആ സമയത്ത് ഈശോ കടലിൻ്റെ തീരത്ത് വന്നു. എന്നിട്ട് വിളിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വലുതും കിട്ടിയോ? അതിനെക്കുറിച്ച് ചിലർക്ക് പറയും, ഈശോ അവരെ ശാസിച്ചില്ല, ഈശോ അവരെ ഒറ്റപ്പെടുത്തിയില്ല, ഈശോ അവരെ ഉപേക്ഷിച്ചില്ല. ഈശോ വന്നിട്ട് അവരെ ദേഷ്യപ്പെട്ടല്ലേ വിളിക്കുന്ന, കുഞ്ഞുങ്ങളെ വെള്ളം കിട്ടിയോ? പ്രാതലൊരുക്കി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു വച്ചിരിക്കുന്ന യേശുവിൻ്റെ കാരുണ്യം, സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കാരുണ്യവും യേശുവിൻ്റെ സ്നേഹവും എന്തിനു വേണ്ടിയെന്ന് ഇന്ന് പല മക്കളും യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് യേശുവിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രം മനുഷ്യൻ്റെ ശ്രദ്ധ പതിപ്പിക്കുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഈ സ്നേഹം, ഈ ക്ഷമ, ഈ കാരുണ്യം? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2 അധ്യായത്തിൻ്റെ 11 വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. 2 അധ്യായത്തിൻ്റെ 4 വചനം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും
നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവത്തിൻ്റെ ഈ ക്ഷമ, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ഈ ഇടപെടൽ, സൗഖ്യപ്പെടുത്തൽ, ഇതെല്ലാം എന്തെന്നറിയോ? നിന്നെ അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണെന്ന് നീ അറിയുന്നില്ല. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കരുണയെ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ നീ നിസാരവൽക്കരിക്കരുത് കുഞ്ഞെ, നിസാരവൽക്കരിക്കരുത്. ഇന്ന് മനുഷ്യ മക്കൾക്ക് സംഭവിച്ച ദുരന്തം ഞാൻ പറഞ്ഞില്ലേ, ഈ കാരുണ്യവും സ്നേഹവും ഈ അത്ഭുതങ്ങളും ഈ അടയാളങ്ങളും ഒക്കെ പ്രഘോഷിച്ചു നടക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈശോ സൗഖ്യം തരുന്നത്, ഈശോ നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നത്, ഈശോ നിന്നെ ചേർത്ത് പിടിക്കുന്നത്, ഈശോ ചുങ്കക്കാരുടെ കൂടെ പോകുന്നത്, ഈശോ സ്ലീഹന്മാരുടെ അരിയിലേക്ക് കടന്നു ചെല്ലുന്നത് എന്തിനു വേണ്ടിയാ? അവർ അനുതപിച്ച് യേശുവിന് വേണ്ടി മാത്രം ജീവിക്കാൻ, യേശുവിൻ്റെ സ്വന്തമായിട്ട് തീരുവാൻ, തിരിച്ചു വരാനും യേശുവിൻ്റെ സ്വന്തമായിട്ട് ആയിരിക്കാനും വേണ്ടി ദൈവം വിളിക്കുന്ന ഒരു വിളിയാണ്. അത് നീ വിലമതിക്കാതെ പോകരുത്. ഞാൻ പറയും, കർത്താവ് വലിയ ഈ കാര്യങ്ങളൊക്കെ ഒരു കോംപ്രമൈസ് ഇല്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 42 മുതൽ തിരുവചന ഭാഗത്തിൽ ഈശോ പറയുന്നുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞ് കള. നിന്റെ കാല് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന കാലാണെങ്കിൽ വെട്ടിക്കള. നിന്റെ കൈ പാപം ചെയ്യിക്കുന്ന കൈയാണെങ്കിൽ അത് മുറിച്ച് കള. ഈശോ പറയുന്നുണ്ട്, ഇരു കണ്ണുകളും ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവളായി നിത്യ നരകാഗ്നിക്ക് ഇരയാകുന്നതിനേക്കാളും ഭേദം കണ്ണില്ലാതെ, കൈയില്ലാതെ, കാലില്ലാതെ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കർത്താവിൻ്റെ കാരുണ്യം, ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പറഞ്ഞു, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എൻ്റെ പൊന്നുമോളെ, മേലിൽ പാപം ചെയ്യരുത്. മനുഷ്യ മക്കളെ അനുതാപത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യ മക്കളെ കരുണയിലേക്ക് വിളിക്കുന്ന കർത്താവ് പാപം ചെയ്യരുത്, പാപകരമായ വസ്തുക്കളെ നീ വിട്ടുപേക്ഷിക്കണം, പാപകരമായ ബന്ധങ്ങളെ വിട്ടുപേക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ കരുണ കാണിച്ചത്, ഈശോ ക്ഷമിച്ചത്, ഈശോ സ്നേഹം കൊണ്ട് പൊതിഞ്ഞത്, ഈശോ സൗഖ്യം നൽകിയത് നമ്മയൊക്കെ ഈ അനുതാപത്തിലേക്കും ഈ തിരിച്ചുവരവിലേക്കും നയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറയുന്നുണ്ട്, നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു. ഈശോ പറയാ, നീതിയുടെ ന്യായാധിപനായിട്ട് ഞാൻ വരണേക്കാനും മുമ്പ് കരുണയുടെ രാജാവായിട്ട് വരിക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം കരുണയുടെ കാലഘട്ടമാണ്, ഈ സമയം കരുണയുടെ കാലഘട്ടമാണ്. ഈ സമയം കഴിഞ്ഞിട്ട് മറ്റൊരു സമയമുണ്ട്, അതിനെക്കുറിച്ച് പറയാം. ഞാൻ ആദ്യം കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. കേട്ടെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ആദ്യം കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. ഈ കാലഘട്ടം, ഈ സമയം കർത്താവ് തൻ്റെ കരുണയുടെ കവാടം മലർക്കെ നമുക്ക് വേണ്ടി തുറന്നിട്ടേക്കാണ്. ഇത് പറയാണ്, കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. ഇത് വലിയൊരു ഭയാനകമായൊരു ചിന്ത നമുക്ക് തരണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം, പശ്ചാത്താപത്തിലേക്ക് നയിക്കണം. ഇല്ലെങ്കിൽ നീതിയുടെ കവാടത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്ന് പോകേണ്ടി വരും എന്ന ഒരു വലിയ സത്യം ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ, കരുണയുടെ പ്രവാചികയായ തൻ്റെ പ്രിയപ്പെട്ട മകളിലൂടെ ഈശോ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അറിയണം, നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയണം, പാപത്തെ വിട്ടുപേക്ഷിക്കണം, പാപമാർഗങ്ങളെ വിട്ടുപേക്ഷിക്കണം. എന്നാൽ ഇന്ന് മനുഷ്യന്മാരൊക്കെ അതിലേക്കൊന്നും വരുന്നൊന്നുമില്ല. ഞാൻ ഈ ഒപ്പീസൊക്കെ ചെല്ലുമ്പോൾ, മരിച്ചവർ ഒപ്പീസൊക്കെ ചെല്ലുമ്പോൾ അവസാനത്തെ പ്രാർത്ഥനയിൽ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഭയാനകമായ വിധി ദിവസത്തിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഭയാനകമായ വിധി ദിവസത്തിൽ ഈ ആത്മാവിനെ പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്.
ചില സമയത്ത് അച്ഛന്മാർ ആ പ്രാർത്ഥന മാറ്റി പ്രാർത്ഥിക്കും. എന്നറിയോ? ഭയാനകമായ വിധി ദിവസം എന്ന് മാറ്റിയിട്ട് കരുണാനിർഭരമായ, പ്രത്യാശാനിർഭരമായ ദിവസം. ഭയങ്കര തെറ്റാ പ്രാർത്ഥന. അന്ത്യവിധി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവിടെ കരുണയില്ല. അത് നീതിവിധിയാണ്, ഭയാനകമാണ്. നമുക്ക് ദൈവത്തിൻ്റെ കരുണ എപ്പോൾ വരെ ഉള്ളൂ എന്നറിയോ? ജീവിക്കുന്ന നിമിഷം, മരിക്കണ വരെ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് അവകാശമുണ്ട്. മരിച്ചു കഴിഞ്ഞാണ്ടിലൂടെ മക്കളെ നമ്മളൊക്കെ കർത്താവിൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ഭയാനകമാണ്. ഞാനും നീയും ചെയ്ത പാപങ്ങളെ, അകൃത്യങ്ങളെ, അതിൻ്റെ അവസ്ഥയിൽ നീതിയോടെ വിധിക്കുന്ന നീതിയുടെ വിധിയാളനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നീയും ഈ ലോകം മുഴുവനും നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഭയാനകമായ അവസ്ഥയിൽ നശിച്ചു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ ദൈവമായ കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് മക്കളെ കരുണയുടെ ഈ കവാടം, കരുണയുടെ ഈ കാലഘട്ടം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ സമയം പ്രിയപ്പെട്ട മക്കളെ കരുണയുടെ കാലഘട്ടമാണ്, കരുണയുടെ സമയമാണ്. അത് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ ഈ കരുണയിലേക്ക് തിരിയണം. അതിന് സാധിക്കണമെങ്കിൽ വീണ്ടും അച്ഛൻ പറയും, നമ്മൾ നമ്മുടെ പാപങ്ങളോർത്ത് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം അവിടെ ഈശോ പറയുകയാണ്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് അനുതപിച്ച് ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. ആർക്കാ കരുണ ലഭിക്കുന്നത്? തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് കരുണ ലഭിക്കത്തില്ല. അനുതപിച്ച് അത് ഏറ്റുപറയുന്നവന്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. അപ്പം അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായ ഒരു അനുതാപത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം. ഇനി ദൈവമായ കർത്താവിൻ്റെ വലിയൊരു പരാതി വിശുദ്ധ ബൈബിളിൽ നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. അവർ തിരിച്ചു വന്നു എന്ന് പറയും, പക്ഷേ അവരുടെ തിരിച്ചുവരവ് ആത്മാർത്ഥതയില്ലാത്ത പ്രകടനമായിരുന്നു. സത്യസന്ധമല്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉള്ളിൽ നിന്ന് മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നത് ഹൃദയത്തിൻ്റെ മാറ്റം എന്ന് പറയാം. ഹൃദയത്തിലുള്ള മെറ്റനോയ, ഹൃദയത്തിൻ്റെ പരിവർത്തനം അത് സംഭവിക്കണം. അത് സംഭവിക്കണമെങ്കിൽ അതുപോലെ ദൈവത്തിന് വേണ്ടി, കർത്താവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നമ്മൾ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് അതിൽ വെള്ളം ചേർക്കാത്ത ഒരവസ്ഥ വേണം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഈ മനസ്താപ പ്രകരണം നമ്മൾ ചൊല്ലും കുമ്പസാരത്തിൻ്റെ കൂദാശ കഴിയുമ്പോൾ, എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടാനും ആ വാക്കാൻ്റെ വേർഡിങ്സൊക്കെ ചിന്തിക്കും. ഭയങ്കര സംഭവമാണ്. അങ്ങനെ അവസാനം സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ സത്യമാണ്. ഈ അവസ്ഥകളൊക്കെ നരകത്തിന് അർഹനായിപ്പോയി. ഞാൻ ഖേദിക്കുന്നു എന്ന് പറയണേ. അങ്ങയുടെ പ്രസാദ വരസഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നുവെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായിട്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ മക്കൾ പാപത്തിൽ വീണ അവസ്ഥയായിരിക്കാം. ആ അവസ്ഥയിൽ നിന്ന് ദൃഢമായ പ്രതിജ്ഞയോടെ, പാപത്തേക്കാൾ മരണം എന്നുള്ള തീരുമാനത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് ആ ജീവിതം ജീവിക്കണം. അതിനുവേണ്ടി എൻ്റെ സാന്നിധ്യത്തിൽ, എൻ്റെ സംരക്ഷണത്തിൽ എൻ്റെ മക്കൾ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം, അവിടെ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. ഇനിമേൽ പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും. എന്നാ ആണത്തല്ല, എന്നാ ചാവേറിൻ്റെ പറച്ചില മരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ധ്യാനത്തിനൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപം പിന്നീട് ഒരിക്കലും എനിക്ക് ഏറ്റുപറയേണ്ടി വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റണ ആണത്വം നമുക്ക് എത്ര പേർക്കുണ്ട്? ഈ കരുണ സ്വന്തമാക്കണമെങ്കിൽ, കരുണയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ,
ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ നമുക്കറിയാം. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഈ തിരുനാൾ ദിവസം യേശുവിനെ സ്വീകരിച്ച് പിന്നീട് പാപം ചെയ്യാതെ പ്രസാദവരത്തിൽ എന്നും ജീവിക്കുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടാകുന്ന ദണ്ഡങ്ങൾ, അതിൻ്റെ കാലിക ശിക്ഷകൾ നമുക്ക് ഒഴിവായി കിട്ടും. അതാണ് പൂർണ്ണ ദണ്ഡവിമോചനം. ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുപോലെ നമ്മൾ ദൈവത്തിലേക്ക് മനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് മേലിൽ പാപം ചെയ്യാതെ, പാപ വസ്തുക്കളിലേക്ക് തിരിയാതെ, പാപ സന്തോഷങ്ങളിലേക്ക് തിരിയാതെ, പാപ സുഖഭോഗങ്ങളിലേക്ക് തിരിയാതെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായി ഞാനും നീയും ജീവിക്കണം. അപ്പോൾ ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് വരും. നമ്മൾ ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തിലൂടെ പുതിയ സൃഷ്ടിയായിട്ട്, പുതിയ മാമോദീസ പോലെ കർത്താവ് നമ്മെ അഭിഷേകം ചെയ്യും. അപ്പം അതുകൊണ്ട് കർത്താവ് പറയാണ്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് അനുദപിച്ച് ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ 29-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുട്ടി പിടിച്ചിരിക്കുന്നവൻ രക്ഷപ്പെടാനാകാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബന്ധിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് ജീവിക്കാനൊരു വഴിയുണ്ട്, നമുക്കനുസരിക്കാൻ കൽപ്പനകളുണ്ട്, നമ്മളായിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ വേണ്ടി ദൈവം കൽപ്പനകൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ ഒക്കെ നൽകിയിട്ടുണ്ട്. അത് നമ്മെ ഗുണദോഷിക്കുക എന്തിനാ? നമ്മൾ രക്ഷപ്പെടാൻ, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മൾ സൗഖ്യത്തിൽ നിലനിൽക്കാൻ, നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം തരുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും അത് നീ കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുട്ടി നീ പിടിച്ചിരുന്നാൽ, നമ്മൾ പിടിച്ചിരുന്നാൽ രക്ഷപ്പെടാനാകാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബന്ധിക്കുമെന്ന് കർത്താവ് പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മുടെ കർത്താവിങ്കിലേക്ക് വലിയ സ്നേഹത്തോടെ, പശ്ചാത്താപത്തോടെ തിരിച്ചു വരാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ദൈവത്തിൻ്റെ വിളി. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി സ്നേഹത്തോടെ നമ്മൾ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരണം. കർത്താവിന് സ്വന്തമായി ജീവിക്കാൻ, കർത്താവിനത് മാത്രമായി ജീവിക്കാൻ, ആ വഴികളെ വിട്ട്, ആ മാർഗങ്ങളെ വിട്ട്, ആ ബന്ധങ്ങളെ വിട്ട്, ആ ശീലങ്ങളെ വിട്ട്, അതെന്തുമാകട്ടെ അതെല്ലാം വിട്ടിട്ട് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരണം. ആ സമയത്ത് കർത്താവ് വീണ്ടും നമ്മെ അഭിഷേകം ചെയ്ത് കൃപ നിറച്ച്, ശക്തി നിറച്ച്, വിശുദ്ധി നിറച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 40-ഉം 41-ഉം വചനങ്ങൾ ഇങ്ങനെ നാം വായിക്കുകയാണ്. അവിടെ പറയുന്നു, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. ഇന്ന് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മുടെ വഴികൾ, നമ്മൾ നടന്ന വഴികൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. എന്നിട്ട് പറയാണ്, നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. നമ്മുടെ ഹൃദയം, നമ്മുടെ കരങ്ങൾ സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ തിരുനാളിൻ്റെ തലേ ദിവസം നമ്മളായിരിക്കുമ്പോൾ നല്ല പോലെ നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. നമ്മുടെ ജീവിതങ്ങളെ മാത്രം പോരാ, നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ രാജ്യം, നമ്മുടെ മാനവകുലം, നമ്മുടെ സഭ, ഇതിനെയൊക്കെ നന്നായിട്ട് നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഈ മഹാമാരി, ഈ തകർച്ചകൾ, ഈ ലോക്ക്ഡൗൺ, ഈ ദാരിദ്ര്യം, ഈ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, ഇതെല്ലാം കൊണ്ട് മാനവകുലം നിറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്നലെ കണ്ടു, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, കർത്താവിൻ്റെ വലിയ ഒരു വിളിയുണ്ട്. ദൈവകരുണയിലേക്ക് തിരിയാനുള്ള വിളി. മാനസാന്തരപ്പെടൂ, പശ്ചാത്തപിക്ക്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വാ. ഈ ലോകത്തിൽ നിനക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ല, മനുഷ്യനിൽ നീ ആശ്രയിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക്
തമ്പുരാൻ്റെ വലിയ ഒരു വിളി നമുക്ക് വേണ്ടി ഉയരുന്നുണ്ട്. കർത്താവ് കാരുണ്യം നമുക്ക് വേണ്ടി തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11 മുതൽ തിരുവചന ഭാഗത്തിൽ നമുക്ക് സുപരിചിതമായ ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും ചിന്തിച്ച് കാണും, എന്തുകൊണ്ട് ഈ അപ്പൻ അവൻ്റെ പിന്നാലെ അവനെ തേടിപ്പോയില്ല? ന്യായമായൊരു ചോദ്യമാണ്. ഇത്ര സ്നേഹമുള്ള പിതാവ്, ഇത്രയും കരുണയുള്ള പിതാവ് എന്തുകൊണ്ട് അവനെ തേടിപ്പോയില്ല? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ മകന് അപ്പൻ്റെ സ്നേഹം അറിയാം, ഈ മകന് അപ്പൻ്റെ കാരുണ്യം അറിയാം. അത് അച്ഛൻ ആദ്യം പറഞ്ഞ്, നമ്മെ രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അത് നമുക്കറിയാം. ആ കരുണയിലേക്ക് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, എളിമയോടെ, അനുതാപത്തോടെ തിരിച്ചു വന്നാൽ ആ ദൈവം നമ്മെ ചേർത്ത് പിടിക്കും. ഇത് കരുണയുടെ സമയമാണ്. അതുകൊണ്ട് അതിലേക്ക് വരണം. നാളെ ധൂർത്തപുത്രൻ നമുക്കറിയാം, അവനെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അത് ഭയങ്കര ഭയാനകമായൊരു ഭീവത്സമായ അവസ്ഥയോടെ ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ അപ്പൻ്റെ അടുത്തേക്ക് വന്നില്ല. ഇന്ന് പല മക്കളും അങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് തകർന്നു, കുടുംബം തകർന്നു, ലോകം തകർന്നു, ഇന്ന് മഹാമാരി കൊണ്ട് പ്രത്യേക അവസ്ഥയിലായി. എന്നിട്ടും അപ്പൻ്റെ അടുത്തേക്ക് വരാതെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. ഈ തകർച്ചകളും പല പല അവസ്ഥകളും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദൈവകരുണയിലേക്ക് തിരിയാൻ, അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള ദൈവവിളിയാണ്. എന്നാൽ ആ സമയത്ത് പോലും തിരിച്ചു വരാതെ അവൻ എന്ത് ചെയ്തു? ആ ദേശത്തെ പൗരൻ്റെ അടുത്ത് അഭയം തേടി. നമ്മൾ കാണുന്നുണ്ട്, ഈ ദേശത്തിൻ്റെ പൗരൻ്റെ അടുത്ത് അഭയം തേടിയാൽ അവൻ എന്താ ചെയ്തേ? അവനെ പന്നികളെ മേയ്ക്കാൻ വേണ്ടി പന്നികളുടെ കൂട്ടത്തിലേക്ക് വിട്ടു. ഇതാണ് ലോകം ചെയ്യുന്നത്. ഈ ലോകത്തിൽ നീ ആരെ ആശ്രയിച്ചാലും, ഈ ലോകത്തിൻ്റെ എന്ത് ശക്തിയുടെ പിന്നാലെ പോയാലും, ഈ ലോകത്തിൽ നീ ജീവിക്കുന്ന ജീവിതം ദൈവത്തിൽ അകന്നുള്ള ജീവിതമാണെങ്കിൽ, പ്രിയപ്പെട്ട കുഞ്ഞെ, നീ സമ്പത്തിൻ്റെ പിന്നാലെ പൊക്കോ, വ്യക്തിബന്ധത്തിൻ്റെ പിന്നാലെ പൊക്കോ, സുഖഭോഗത്തിൻ്റെ പിന്നാലെ പൊക്കോ, അധികാരത്തിൻ്റെ പിന്നാലെ പൊക്കോ, ഏതാസക്തിയുടെ പിന്നാലെ പൊക്കോ, അവരൊക്കെ നിന്നെ പന്നികളെ മേയ്ക്കുന്ന, നമുക്കറിയാം ഒരു യഹൂദിനെ സംബന്ധിച്ച് പന്നി, അവസാനം നമ്മൾ കാണുന്നുണ്ട്, പന്നി തിന്നിരുന്ന തവിട് പോലും അവന് നിഷേധിക്കപ്പെട്ടു. ആ സമയത്താണ് നമ്മൾ വായിക്കുന്നത്, അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ അവന് സുബോധമുണ്ടായി. എന്താണ്? ഞാൻ ഈ പന്നികളുടെ കൂടെ കിടക്കേണ്ടവനല്ല, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം ദാസന്മാരും ദാസികളും സുഭിക്ഷമായി ഭക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് ദൈവകരുണ. എൻ്റെ അപ്പൻ്റെ ഭവനം, എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം, എൻ്റെ അപ്പൻ്റെ കൂടെ എനിക്കെല്ലാം ഉണ്ട്. അവൻ ഇതാ പൂർണ്ണ ഹൃദയത്തോടെ അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും, എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും, ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പാ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. ദാസന്മാരിൽ ഒരുവനായിട്ട് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ ഇതൊന്നും പറയാൻ പോലും സമ്മതിക്കാതെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിക്കുന്ന അപ്പൻ്റെ കാരുണ്യം, അപ്പൻ്റെ സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ കരുണയിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, എനിക്ക് കരുണ വേണമോ? ഈ കരുണയിലേക്ക് തിരിയണമോ? ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്തൊക്കെ ചെയ്താലും മനുഷ്യൻ മനസ്സ് വയ്ക്കാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. മലർക്കെ പറഞ്ഞില്ലേ വിശുദ്ധ ഫൗസ്തീനയിലൂടെ, എൻ്റെ കരുണയുടെ കവാടം ഞാൻ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. നീ ആ കരുണയുടെ കവാടത്തിലൂടെ കടന്നു വരണം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് നമ്മെ സ്നേഹത്തോടെ വിളിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് നമ്മൾ ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനെയും പ്രത്യേകം അവൻ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ലോകരാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വീണുപോയ ഒത്തിരി മേഖലകളുണ്ട്. ഈ മേഖലകൾക്കൊക്കെ വേണ്ടി നമ്മൾ മാപ്പ് ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അതിന് മുമ്പ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് നമുക്ക് പരിശോധിക്കാം. ദൈവത്തെ വിട്ട്, ദൈവകൽപ്പനകൾ വിട്ട്, ദൈവത്തിൻ്റെ വചനം വിട്ട്, ദേവാലയത്തിൻ്റെ പരിശുദ്ധി വിട്ട് നമ്മളൊക്കെ ജീവിച്ചു പോയ ജീവിതത്തെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൂർവികർ ഇവരെല്ലാവരെയും നമുക്ക് കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഈ ദിവസം ഇന്ന് പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കരുണയിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ ഗാനം ആലപിച്ചുകൊണ്ട് ആ ഗാനത്തോട് ചേർന്ന് ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ, പാരമ്പര്യത്തിൻ്റെ മേൽ, തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ വലിയ ദാഹത്തോടെ ഈ സമയം പ്രാർത്ഥിക്കും. ഈ സമയത്ത് എല്ലാ മക്കളും ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ലോകം മുഴുവനിലും സംഭവിച്ചു പോയ അകൃത്യങ്ങൾ, പാപങ്ങൾ, തിന്മകൾ, ആ മേഖലകളിൽ ദൈവത്തിലേക്ക് തിരിയാനുള്ള വലിയൊരു തീരുമാനം നമ്മൾ എടുക്കുക. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാൻ തടസ്സമായ, നമുക്കറിയാം, ജെറിക്കോ പട്ടണത്തെ കീഴടക്കിയതിന് ശേഷം ആയി പട്ടണത്തെ കീഴടക്കാൻ പറ്റാതെ തൊലിപ്പിക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് ജോഷുവായോട് പറയുന്നുണ്ട്, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് നിങ്ങളുടെ ഇടയിലുണ്ട്. നിഷിദ്ധ വസ്തു, എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവകൽപ്പനയ്ക്ക്, ദൈവപ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള വസ്തു നിങ്ങളുടെ ഇടയിലുണ്ട്. ആ വസ്തുക്കളെ എടുത്തു മാറ്റണം. ഈശോ ലാസറിനെ ഉയർപ്പിക്കാൻ പോണക്കാൻ മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ കല്ലെടുത്ത് മാറ്റ്, കല്ല് എടുത്തു മാറ്റ്, നിഷിദ്ധ വസ്തു എടുത്തു മാറ്റ്. അത് എടുത്തു മാറ്റിയാൽ ജീവൻ്റെ സമൃദ്ധി ദൈവം തരും. മരിച്ച ലാസറിനെ 4-ാം ദിവസം കർത്താവ് ഉയർപ്പിക്കും. നിഷിദ്ധ വസ്തു എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട് കർത്താവിന് സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ഇതാ ആയി പട്ടണത്തെ ഇസ്രായേൽ ജനം കീഴടക്കി. വലിയ വിജയം നൽകാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, നമ്മെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഈ വലിയ കരുണയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ വലിയ കരുണയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണാമയനായ കർത്താവ്, നമ്മുടെ മേലെപ്പോഴും കരുണ ചൊരിയുന്നതിൽ അത്യുദാരനായ കർത്താവ്, ഈ കരുണയുടെ വാതിൽ നമുക്ക് വേണ്ടി മലർക്കെ തുറന്നിട്ടിരിക്കുന്ന കർത്താവ്. പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്നെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെ ആരുമില്ല. ഈ ലോകത്തിൽ നീ ആരെ ആശ്രയിച്ചാലും എന്തിനെ ആശ്രയിച്ചാലും നിനക്ക് ആരിലും ഒന്നിലും യാതൊരു ഉറപ്പില്ല. നിലനിൽക്കുന്ന കാരുണ്യമായ കർത്താവ്, എപ്പോഴും കൂടെ വസിക്കുന്ന കർത്താവ്, നിന്റെ പാപം രക്തവർണ്ണമാണെങ്കിലും മഞ്ഞ് പോലെ വെളുപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആ ധൂർത്തപുത്രനെ പോലെ തിരിച്ചു വരാൻ തീരുമാനിക്കും. നമ്മുടെ പാപങ്ങളോർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. നമ്മുടെ എല്ലാ പാപങ്ങളുടെ മേഖലകളെ നമുക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും മേഖലയിൽ വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത പാപത്തിൻ്റെ അടിമത്തങ്ങളോ ആസക്തികളോ പ്രിയപ്പെട്ട കുഞ്ഞ് നിന്റെയോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവ് നമ്മെ ബലപ്പെടുത്തും. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ. ചേർന്ന് പാടി. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ,
ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൂർവികരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാരമ്പര്യത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങൾ വസിക്കുന്ന വീട്ടിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളിൽ വന്നു പോയ പാപത്തിൻ്റെ മേഖലകൾ, അവിശ്വസ്തതയുടെ മേഖലകൾ എല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ പാപങ്ങളോടും അകൃത്യങ്ങളോടും കൂടെ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പൂർവികരെയും ഞങ്ങളുടെ വീടിനെയും മണ്ണിനെയും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാറ്റിനെയും അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങൾ തൻ മാതാപിതാക്കളും പൂർവീകരും വഴി വന്നു പോയ എന്റെ കർത്താവേ, ഞങ്ങളും ഞങ്ങൾ തൻ മാതാപിതാക്കളും പൂർവീകരും വഴി വന്നു പോയ സകല പാപങ്ങളും കർത്താവേ, സകല പാപങ്ങളും നിൻ സുതനീശോധൻ രക്തത്താലെ കഴുകണമേ. കഴുകേണമേ. ഈശോയെ, വിശുദ്ധീകരിക്കേണമേ. ഈശോയെ, കരുണാമയ എല്ലാവരും ചേർന്ന് പാടാം. കനിയേണമേ. കർത്താവിന്റെ കരുണ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ. കർത്താവിന്റെ കരുണ എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ. കർത്താവിന്റെ കരുണ വീട്ടിലേക്ക് ഒഴുകട്ടെ. ഈ മക്കളായിരിക്കുന്ന അവസ്ഥകളിലേക്കൊക്കെ ഒഴുകട്ടെ. കർത്താവേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. നല്ല ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വേദനം മരണമാണ്. പാപത്തിലൂടെ പിശാചിന് നിയമപരമായ അവകാശം കിട്ടുന്നു. അവൻ കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് ലോകം മുഴുവനെയും അടിമപ്പെടുത്തുന്നു. ലോകം ദുഷ്ടന്റെ ശക്തി വലയത്തിൽ പെട്ടിരിക്കുന്നു. കർത്താവേ, ഭീകര ഗർജനങ്ങൾ ഉയരുന്നു. അങ്ങ് ചിന്തിയ രക്തം, അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തി കുരിശിൽ നിന്ന് ലോകം മുഴുവനിലേക്കും ഒഴുക്കണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ, അനുദപിക്കാൻ പറ്റാത്ത മക്കള്, പാപത്തിന് പിടിപ്പെട്ടു പോയ മക്കള്, ഒത്തിരി തകർച്ചകളും ദുരന്തങ്ങളും വന്നിട്ട് പോലും ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത വിധം പാപത്തിൽ അടിമപ്പെട്ട് കഠിന ഹൃദയരായിപ്പോയ മക്കള്, എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനെയും എല്ലാ മേഖലകളോടുകൂടി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ നിറയുന്നു ഘോരമ പാപത്തിൻ ഭീകര ഗർജനങ്ങൾ. അതേ കർത്താവേ, ലോകം മുഴുവൻ ലോകത്തെ മുഴുവനെ സമർപ്പിക്കുന്നു കർത്താവേ. ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. ഭീകര എല്ലാ അവസ്ഥകളെയും ഏറ്റെടുക്കണമേ കർത്താവേ. ഈശോതൻ ദാരുണ പീഡകളോർത്തെന്നും കരുണയായിരിക്കേണമേ. എന്റെ ഈശോയെ, അങ്ങയുടെ പീഡകളെ ഓർത്ത് വിശുദ്ധീകരിക്കേണമേ. കരുണാമയ കനിയേണമേ. ഈശോയെ, ദൈവപിതാവേ ഈശോയെ, കനിയേണമേ. കനിയണമേ. കരുണയായിരിക്കേണമേ. ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കരുണാമയ നാമയനായ കർത്താവേ, കനിയേണമേ. ദിവ്യകാരുണ്യമായ യേശുവേ, ദൈവപിതാവേ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ. അങ്ങയുടെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ. അങ്ങയുടെ പീഡാസഹനത്തിന്റെ യോഗ്യത ഞങ്ങളിൽ നിറയട്ടെ കർത്താവേ.
ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും എല്ലാ മക്കളും പ്രാർത്ഥിച്ച മക്കളെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും യേശുവേ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഓ നിത്യപിതാവേ, നിത്യപിതാവേ, ഞങ്ങളുടെയും പാരിന്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയമക്കൾ, നിൻ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോദൻ. തിരുമേനയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നല്ല ഈശോയെ, അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും അകൃത്യങ്ങളും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ പൂർവികരുടെയും പാപങ്ങളും അകൃത്യങ്ങളും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്ന കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയിലേക്ക് തിരിച്ചു വരുവാൻ അങ്ങ് പറഞ്ഞ പോലെ 10 ഇരട്ടി സ്നേഹത്തോടെ അങ്ങയിൽ നിന്ന് അകന്നു പോകാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി സ്നേഹത്തോടെ കർത്താവെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ധൂർത്തപുത്രനെ സ്വീകരിച്ച പോലെ കരുണാമയനായ അപ്പാ, ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അങ്ങ് ചേർത്ത് പിടിക്കണമേ. നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞങ്ങൾക്കും തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത, നഷ്ടപ്പെട്ടു പോയ സംരക്ഷണം കർത്താവേ അങ്ങയുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. വീണ്ടും അങ്ങയുടെ മക്കളാക്കി ഒരു പുതിയ സൃഷ്ടിയാക്കി, പുതിയ അഭിഷേകത്തിൽ, പുതിയ ചൈതന്യത്തിൽ, പുതിയ വസ്ത്രം നൽകി, പുതിയ സ്വീകാര്യത നൽകി കർത്താവേ അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, സങ്കടങ്ങൾ എല്ലാം സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവേ, കുടുംബത്തിൻ്റെ പാപങ്ങളൊക്കെ ഒന്ന് ഓർത്ത് സമർപ്പിച്ച് വന്നുപോയ വീഴ്ചകൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ലോകം മുഴുവനേ ഞങ്ങൾ സമർപ്പിക്കുന്നു. വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാരകപാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ. പാപത്തെ വിട്ടുപേക്ഷിച്ച് അങ്ങയിലേക്ക് തിരിയാൻ വേണ്ട ദൈവിക ജ്ഞാനം, പ്രകാശം എല്ലാ മക്കൾക്കും അങ്ങ് നൽകണമേ. അങ്ങയുടെ കരുണയുടെ ചൈതന്യം എല്ലാ മക്കളും അനുഭവിച്ചറിയട്ടെ. അങ്ങയുടെ കരുണയുടെ പ്രകാശം എല്ലാ മക്കളിലും പ്രകാശിക്കട്ടെ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പസമയം ഇനി നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാപത്തിൻ്റെ പല പല മേഖലകളാണ് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മാനവകുലത്തിൽ കടന്നു വന്ന ഒത്തിരിയേറെ വീഴ്ചകൾ. ദൈവത്തെ വിട്ട്, ദൈവത്തെ മറന്ന് ജീവിച്ച ഒരു വലിയ അവസ്ഥ. ഈ മേഖലകളിലൊക്കെ
നമ്മൾ ഇന്ന് ഈ 2020 ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വലിയ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അച്ഛന് പറ്റി. വചനം ഒത്തിരി വായിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ജീവിത അനുഭവങ്ങളെ, എൻ്റെ തന്നെ അനുഭവങ്ങളെയും ഒത്തിരിയേറെ ധ്യാനങ്ങളിൽ അനേകം മക്കളുടെ അനുഭവങ്ങളെയും ചേർത്ത് വച്ച് പ്രാർത്ഥിക്കാൻ ഒത്തിരി ഭാഗ്യം കർത്താവ് നൽകി. ഈ സമയത്തൊക്കെ കർത്താവ് പറഞ്ഞ ഒത്തിരിയേറെ കാര്യങ്ങൾ, അതായത് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ വിട്ട് ജീവിച്ചതിൻ്റെ ഒരു വലിയൊരവസ്ഥ, ഈ മേഖലകൾക്കൊക്കെ വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ഈ 2020 ഈ കരുണയുടെ തിരുനാളിൽ, ഈ നൊവേനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അതായത് ഈശോ പറഞ്ഞ കാര്യം ഇതാണ്: ദൈവത്തെക്കാൾ ഉപരി മനുഷ്യന് ലോകം പ്രാധാന്യം കൊടുത്തു. മനുഷ്യന് പ്രാധാന്യം കൊടുത്തിട്ട്, മനുഷ്യന് മുൻഗണന, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന് മുൻഗണന കൊടുക്കേണ്ടതിന് പകരം മനുഷ്യനിൽ കേന്ദ്രീകൃതമായ, മനുഷ്യനെ മഹത്വവൽക്കരിക്കുന്ന, മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് ലോകം മാറി. നമുക്കറിയാം, ഇന്ന് പല അവസ്ഥയിലും ദൈവത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ വളരെ അറിയപ്പെടുന്നൊരു എഴുത്തുകാരനാണ് മാത്യു കെല്ലി. അദ്ദേഹത്തിന് അറിയപ്പെടുന്നൊരു പുസ്തകമുണ്ട്, റീഡിസ്കവർ കാത്തലിസിസം. കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തെ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന് ലോകത്തെ നയിക്കുന്ന 3 തത്വസംഹിതകളുണ്ട്. ഒന്ന് ഇൻഡിവിജ്വലിസം, ശ്രദ്ധിക്കണേ, വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വലിസം. 2 ഹീഡോണിസം എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ പറയുന്നത്, ഇഫ് ഇറ്റ് ഗിവ്സ് യു പ്ലഷർ യു ഡു ഇറ്റ്. നിനക്ക് ഇത് ഒരു ജഡിക സുഖം, അല്ലാണ്ട് ഹാപ്പിനെസ് അല്ല, ജഡികമായ സുഖം, സംതൃപ്തി തരുന്ന പ്രവൃത്തിയാണോ, നീ ചെയ്തോ. ഹീഡണിസം. ഇനി 3ാമത്തെ ഒരു നിയമമാണെന്ന് പറയുക, മിനിമലിസം. മിനിമം മതി. ആ രീതിയിൽ ഇന്ന് ഒരു തത്വസംഹിത ലോകത്തിൽ വളർന്നു വന്നു. ഇൻഡിവിജ്വലിസം. അവിടെ എന്താണ്? ഞാൻ, എൻ്റെ, എനിക്ക്, ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. വ്യക്തി സ്വാതന്ത്ര്യം. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, വ്യക്തികൾക്ക് പ്രാധാന്യം. എന്നൊരു പിശാചുണ്ട്, ഞാൻ അതിനിങ്ങനെ വിളിക്കുന്നത് പ്രായപൂർത്തി പിശാച് എന്ന് പറഞ്ഞാൽ, ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെങ്കൊച്ചിന് പ്രിയായി. പ്രായപൂർത്തി പിശാച്. പിന്നെ അപ്പനും വേണ്ട, അമ്മയും വേണ്ട, പാരമ്പര്യം വേണ്ട, കൂതാശം വേണ്ട, സഭയും വേണ്ട, ആരുടെ കൂടെ വേണേലും അവൾക്ക് സ്വമനസ ഇറങ്ങിപ്പോകാം. പ്രായപൂർത്തി. വ്യക്തി സ്വാതന്ത്ര്യം. നമുക്കറിയാം, ഒരു കുട്ടിയെ തല്ലാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ആ കുട്ടി, വ്യക്തി സ്വാതന്ത്ര്യം. ശിക്ഷിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല. വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ദൈവത്തെ മറന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്നു, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ മറന്നു, ദൈവത്തിൻ്റെ വചനം മറന്നു. വ്യക്തികളെ ഉയർത്തിപ്പിടിച്ച് വ്യക്തികൾക്ക് മുൻഗണന നൽകാൻ തുടങ്ങി. അതിൻ്റെ ഒത്തിരി അനന്തരഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ലോകത്തിലേക്ക് കടന്നു വന്നു. 1517 നമുക്കറിയാം, പ്രൊട്ടസ്റ്റന്റിസം, ലൂതറിൻ്റെ കാലഘട്ടത്തിൽ സഭയിൽ ആയിരിക്കേണ്ട സന്യാസിയായ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സഭ ദൈവത്തിൻ്റെയാണ്. ആ ദൈവസന്നിധിയിൽ നിലവിളിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കേണ്ട ആ മകൻ, ആ മനുഷ്യൻ എന്താ ചെയ്തേ? ആ സഭയ്ക്കെതിരെ എതിരിട്ട് പോരാടുകയാണ്. ഇന്ന് ഈ കരുണയുടെ നൊവേനയുടെ ദിവസങ്ങളിൽ, 9 ദിവസത്തെ നൊവേനകളിൽ ഒരു ദിവസം ഈശോ ചങ്കുപൊട്ടിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? സഭയിൽ നിന്ന് വിട്ടുപോയ, വേർപെട്ടു പോയ മക്കളെ എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതായത് സഭയിൽ നിന്ന് വിട്ടുപോയ മക്കൾ, അത് ഈശോ പറയാ, എൻ്റെ ശരീരത്തെ അവർ കീറി മുറിച്ചു. ഈശോയുടെ വലിയ വിഷമ മക്കളെ. സഭ ഇന്ന്, സഭയിലേക്ക് നോക്കിക്കേ,
പിരിഞ്ഞു പോയി, പിന്നീട് മുറിയപ്പെട്ട് വിഭജിക്കപ്പെട്ട് ചിന്ന ഭിന്നമാക്കപ്പെട്ട് പോയപ്പോൾ ആരുടെ ശരീരമാ മുറിവേൽറ്റ? ഈശോ പറയാ, എൻ്റെ ശരീരത്തെ അവർ കീറി മുറിച്ചു. വ്യക്തി സ്വാതന്ത്ര്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ അതിൻ്റെ അനന്തരഫലമെന്ന പോലെ ഈ ലോകത്തിൽ വ്യക്തികൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാവുന്ന രീതിയിൽ പൈശാചികമായ ഒത്തിരി നിയമങ്ങളും കാര്യങ്ങളും കടന്നു വരികയാണ്. വീണ്ടും അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് 1717 അവിടെ എന്താ പറയുക, ഒരു റിന്യൂവലിസം, എൻലൈറ്റൻമെൻറ്റ്, മനുഷ്യൻ്റെ റീസൺ, മനുഷ്യൻ തീരുമാനിക്കും. അവിടെ സഭ വേണ്ട, വിശ്വാസം വേണ്ട. അതിൻ്റെ അവസ്ഥയിൽ സെപ്പറേഷൻ ഓഫ് ദ ചർച്ച് ഫ്രം ദ സ്റ്റേറ്റ്, സഭയെ മാറ്റി നിർത്തി എന്നിട്ടുള്ള ഒരു ജീവിതം, മനുഷ്യൻ്റെ സംസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തോ, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട്, ദൈവവചനത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യനെന്ത് റീസൺ ഉണ്ട്, അവനെന്ത് തിരിച്ചറിവുണ്ട്, അവൻ്റെ ബുദ്ധിയും അവൻ്റെ അറിവും ഒക്കെ പരിമിതിയുള്ളതാണ്. എന്നാൽ അതിലൂടെ ഒത്തിരി തിന്മ കടന്നു വന്നു. പിന്നീട് നിരീശ്വര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ദൈവം ഇല്ല, അതിലൂടെ ഒത്തിരിയേറെ മക്കൾ ദൈവത്തെ വിട്ട്. ഇന്ന് പ്രിയപ്പെട്ട മക്കൾ, അച്ഛന് പറയാനുള്ള കാരണം, ഈ മേഖലകൾക്കൊക്കെ വേണ്ടി നമ്മൾ ദൈവ കരുണയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈ നിരീശ്വര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ അനേകം മക്കൾ ദൈവത്തെ വിട്ടു. ദൈവമില്ലാത്ത രീതിയിൽ ഒത്തിരി രാജ്യങ്ങൾ അവസ്ഥയിൽ ദൈവമില്ല, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല. എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ സമ്പത്ത്, എൻ്റെ കഴിവ്, ആ രീതിയിൽ പോയപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പഠിച്ചോ, ഇതൊക്കെ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു? ദൈവത്തെ മറന്ന ഒരു ജനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ശക്തമായ സ്വാധീനം ലോകത്തിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് നമ്മൾ കാണുന്ന ഫ്രീ മേസൺസ്, അതിൻ്റെ ഒരു സംസ്കാരം, സഭയുടെ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനാക്രമത്തിൽ വന്നുപോയ വീഴ്ചകൾ, ഒത്തിരിയേറെ ആരാധനാക്രമത്തെ മോശമാക്കുന്ന രീതിയിൽ ബ്ലാക്ക് മാസ് പോലെയുള്ള തിന്മയുടെ ആചാരങ്ങൾ, വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന പ്രവൃത്തികൾ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഒരു 34 പോയിന്റുകളുണ്ട് ഫ്രീമേസൺസിൻ്റെ. സഭയുടെ ആ ഒരു ആരാധനാക്രമത്തിൽ സംഭവിച്ചു പോയ ഒത്തിരി വീഴ്ചകൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആരാധനാക്രമത്തെ, ദൈവത്തെ, ദൈവാരാധനയെ ഒത്തിരിയേറെ നശിപ്പിക്കുന്ന രീതിയിലും തോന്നിപ്പോലെ, ഇഷ്ടം പോലെ, വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ ഉപയോഗിക്കുന്ന, അതിനോട് പെരുമാറുന്ന രീതിയിൽ ദൈവത്തെ വേണ്ടാത്തവർക്ക് ദൈവത്തെ വേണ്ട, വചനം വേണ്ടാത്തവർക്ക് വചനം വേണ്ട, അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത ഒരു സംസ്കാരം ലോകത്തിലേക്ക്, മാനവകുലത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ പലവട്ടം നമ്മളോട് ഈശോ പറഞ്ഞു, ഈശോയെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്. എന്നാൽ മനുഷ്യൻ ആ ദൈവത്തെ മറന്ന്, ആ ദൈവത്തെ വിട്ടുപേക്ഷിച്ച് മനുഷ്യനെ ഉയർത്തി, മനുഷ്യനെ ഒത്തിരിയേറെ ഉയർത്തി നിർത്തിയിട്ട് മനുഷ്യനാണ് എല്ലാം എന്ന രീതിയിൽ അവൻ്റെ സുഖം, അവൻ്റെ സന്തോഷം, അവൻ്റെ താല്പര്യം, അവൻ്റെ സന്തോഷം, അതിനുവേണ്ടി മാത്രമെന്ന പോലെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ചപ്പോൾ വന്നൊരു കാര്യമാണ്, ജഡികാസക്തിക്ക് വലിയ പ്രാധാന്യം മനുഷ്യൻ കൊടുക്കാൻ തുടങ്ങി. ജഡം, മനുഷ്യൻ്റെ ഒരു അവസ്ഥയുണ്ട്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് കഴിയും, എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു അടിമത്തത്തിൽ കഴിയുന്നവരാ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ശ്രദ്ധിക്കുക, 405 അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. മാമോദിസായെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ബാക്കി പറയുന്നത്. ശ്രദ്ധിക്കുക, അവിടെ പറയാണ്, മാമോദിസായിലൂടെ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ നമുക്ക് തിരികെ ലഭിച്ചു. വിച്ഛേദിക്കപ്പെട്ട ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിച്ച് കിട്ടി. എന്നിട്ട് മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് പറയാ, എങ്കിലും ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യപ്രകൃതിക്ക് ഏറ്റ ക്ഷതത്തിൻ്റെ അനന്തരഫലങ്ങൾ അവനിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ ആധ്യാത്മികമായ ഒരു സമരത്തിലേക്ക് വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു.
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കും നിനക്കും ഈ ലോകത്തിലെ സകല മക്കൾക്കും ഒരു ചായ്വുണ്ട്. അത് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന, ജഡത്തിൻ്റെ ആസക്തികളിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു ചായ്വ് എനിക്കുണ്ട്, എല്ലാ മനുഷ്യർക്കുണ്ട്. ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ, ദൈവമില്ലാതെ, വചനമില്ലാതെ, പ്രമാണമില്ലാതെ, കൽപ്പനയില്ലാതെ വിട്ടുകൊടുത്താൽ അവൻ തീർച്ചയായിട്ടും ഈ ചായ്വുള്ളതിലേക്ക് ചാഞ്ഞു പോകും, വീണു പോകും. അങ്ങനെ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ജഡത്തിന് പ്രാധാന്യം കൊടുത്ത്, ജഡികാസക്തിക്ക് പ്രാധാന്യം കൊടുത്ത്, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് താല്പര്യം കൊടുത്ത്, അവൻ്റെ ഇഷ്ടത്തിന് താല്പര്യം കൊടുത്ത് ഒരു വലിയ പൈശാചിക സംസ്കാരം കടന്നു വന്നു. അതിലൂടെ ഒത്തിരി തിന്മകൾ, വ്യഭിചാരം, മ്ലേച്ഛത, ഗർഭചിത്രം, ഗേ മാരേജ്, ഹോമോസെക്ഷുവാലിറ്റി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ തിന്മകൾ. ഓർത്ത് നോക്കിക്കേ, ഇന്ന് ഈ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ ഓർക്കാണ് ഈ ഗർഭചിത്രം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവന് ജന്മം കൊടുക്കാൻ ഒരു മനുഷ്യന് പറ്റുമോ? ഒരു ഗവൺമെൻറ്റിന് പറ്റുമോ? ഇന്ന് നിഷ്കളങ്ക രക്തത്തിൻ്റെ നിലവിളി ഈ ഭൂമിയിൽ, നിഷ്കളങ്ക രക്തം, ആബേലിൻ്റെ രക്തം, നിഷ്കളങ്ക രക്തം പ്രതികാരത്തിനു വേണ്ടി നിലവിളിക്കുന്ന പോലെ അനേകം കുഞ്ഞുമക്കളുടെ നിഷ്കളങ്ക രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കൾ, അച്ഛൻ പറയുന്നത് ഈ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. ജീവന്റെ മേൽ ആർക്കും അവകാശമില്ല. സങ്കീർത്തനം 49:7. സ്വന്തം ജീവന്റെ വില ദൈവത്തിന് നൽകാൻ ആർക്കും സാധിക്കത്തില്ല. ഇത് പറയാണ്, ജീവന്റെ വില വളരെ വലുതാണ്. തൻ്റെ ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഇത് പറയാണ്, എത്ര കൊടുത്താലും അത് തികയുകയില്ല. നമ്മൾ ഓർത്തേക്ക് ജീവന്റെ വില. ഇപ്പം നിന്റെ കയ്യിലൊരു 10,000 കോടി രൂപയുടെ ഓർത്തോ, 10,000 കോടി രൂപയുണ്ടെന്ന് ഓർത്തോ. ഈ 10,000 കോടി കൊടുത്താൽ നിന്റെ ജീവന്റെ വിലയോളമാകോ? എൻ്റെ ജീവന്റെ വിലയോളാവോ? ജീവന്റെ വില വളരെ വലുതാണ്. എത്ര കൊടുത്താലും തികയുകയില്ല. അത് ദൈവത്തിൻ്റെയാണ്. ജീവൻ ദൈവത്തിൻ്റെയാണ്. അതൊരു ഗവൺമെൻറ്റിനോ ഒരു പാർലമെൻറ്റിനോ ഒരു മനുഷ്യ വ്യക്തിക്കോ ജീവനെ നശിപ്പിക്കാൻ, അതിനില്ലാതാക്കാൻ ഒരു അവകാശമില്ല. എന്നാൽ ഇന്ന് കഷ്ടമേന്ന് പറയട്ടെ പ്രിയപ്പെട്ട മക്കളെ, ഗർഭചിത്രത്തിലൂടെ വേണ്ടാത്ത ശാപം, വേണ്ടാത്ത പൈശാചികത ഇന്ന് ലോകത്തിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട മേഖലയാണ് ഈ മേഖലയിൽ ദൈവകരുണയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഈ മേഖലയെ നന്നായിട്ട് നമ്മൾ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ജീവൻ്റെ വലിയ വില. ഇന്ന് എന്താ പറയുക, എത്രയോ രാജ്യങ്ങൾ, ഇപ്പോൾ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ കത്തോലിക്ക രാജ്യമായിരുന്നു, അത് നിയമം പാസ്സാക്കി. നമുക്കറിയാം, അയർലൻഡ് വിശുദ്ധ സെൻറ്റ് പാട്രിക്കിൻ്റെ ആ മധ്യസ്ഥതയിൽ ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ദൈവം അനുഗ്രഹിച്ച ഒരു രാജ്യമാണ് അയർലൻഡ്. അവിടെ നമുക്കറിയാം പാമ്പില്ലാത്ത രാജ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചു, ഒരു ന്യൂസിൽ വായിച്ചു, വീണ്ടും പാമ്പുകൾ വന്നു തുടങ്ങിയെന്ന് അയർലൻഡിലേക്ക്. ഞാൻ പോട്ടെ, അങ്ങനെ അവസ്ഥ കേട്ടതാ. പ്രിയപ്പെട്ടവരെ, ദൈവം അതുപോലെ അനുഗ്രഹിച്ച അവസ്ഥ. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ അവകാശം, ദൈവത്തിൻ്റെ സ്വന്തം, ഇപ്പം ദൈവത്തിൻ്റെ അവകാശം ജീവൻ്റെ മേൽ കൈവയ്ക്കാൻ ആർക്കും അവകാശമില്ല. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതെല്ലാം മറന്ന് ഇന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട്, ദൈവം പറഞ്ഞ വഴി വിട്ട്, എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് വേണ്ടതൊന്നി കൊന്നു, ഗർഭചിത്രം ചെയ്തു, അങ്ങനെ കൊന്നൊടുക്കുന്ന അനേകം മക്കളുടെ അവസ്ഥ. ആ രക്തത്തിൻ്റെ അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒത്തിരിയേറെ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഗേ മാരേജ്, ഹോമോസെക്ഷുവാലിറ്റി. ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ കാണാനിടയായി, ഈ ഗേ മാരേജിൻ്റെ അല്ലെങ്കിൽ ഹോമോസെക്ഷൽസുമായിട്ടുള്ള ഈ കുറേ ആളുകൾ ഇറ്റലിയിൽ എങ്ങാണ്ട് വേൾഡ് വൈഡായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പാർട്ടി, അതിൻ്റെ വീഡിയോ കാണാനിടയായി. ഈ ആണുങ്ങൾ ഹോമോസെക്ഷൽ ആണ് തമ്മിലിങ്ങനെ ഒരു പാട്ടൊക്കെ വച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അല്പസമയം കണ്ടോളൂ.
അതുപോലെ മ്ലേച്ഛമായ, നമുക്കറിയാം നമ്മുടെ ശരീരം എന്താ മക്കളെ എന്ന് ഓർത്തുകി, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. വിശുദ്ധ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങൾ. വിശുദ്ധ പൗലോസിലെ കൊരിന്ത്യർക്കാർക്ക് ലേഖനം 1 ലേഖനം 3:16, 5:20 പറയുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. പ്രിയപ്പെട്ട മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ഞാൻ, ക്രിസ്ത്യാനി ഞാൻ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ആരാ? എൻ്റെ ശരീരം എന്താ? ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് ദൈവം കരവേല ചെയ്തതാ. ദൈവത്തിന്, ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന് വസിക്കാൻ വേണ്ടി പണിത ഒറ്റ സ്ഥലമുള്ളൂ, അത് എൻ്റെയും നിൻ്റെയും ശരീരമാണ്. ദൈവാലയമൊക്കെ മനുഷ്യൻ പണിതു, അത് വേറെ തലം. എന്നാൽ ഇത് ദൈവം പണിതത്. ഇതിനെ മേൽ ആർക്കും അവകാശമില്ല. നോബഡി ഹാസ് ദ റൈറ്റ്. അപ്പം ഞാൻ പറയും, എൻ്റെ ഈ ശരീരത്തിൽ, കേട്ടെ, എൻ്റെ ഈ ശരീരത്തിൽ എൻ്റെ ഒരു സുഖത്തിന് വേണ്ടി ഒന്ന് തൊടാൻ എനിക്ക് അവകാശമില്ല. വേറെ ആരെയും തൊടുന്ന കാര്യമില്ല. അച്ഛൻ പറഞ്ഞേ, എൻ്റെ ശരീരത്തിൽ എൻ്റെ സുഖത്തിന് വേണ്ടി തൊടാൻ എനിക്ക് അവകാശമില്ല. കാരണം എന്താണ്? ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് ദൈവം തന്നതാ, ദൈവം തന്ന ദാനമാ. അതിന് വ്യക്തമായ പദ്ധതിയുണ്ട്. എൻ്റെ കണ്ണിന് ദൈവത്തിന് പദ്ധതിയുണ്ട്, എൻ്റെ കാതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്, എൻ്റെ സംസാര ശക്തിക്ക് ദൈവത്തിന് പദ്ധതിയുണ്ട്, എൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, എൻ്റെ ലൈംഗികതയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് അതേപടി ഞാൻ ചെയ്യണം. അത് മ്ലേച്ഛതയുടെ, അശുദ്ധിയുടെ, ആസക്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നായി തീരാൻ പാടില്ല. അത് മറന്നിട്ട് ഗേ മാരേജ്, അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ദൈവം പറഞ്ഞു, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുമെന്നും അവർ ഇരുവരും ഒറ്റ ശരീരമായി തീരും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആണും തമ്മിൽ ചേരുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പെണ്ണും തമ്മിൽ ചേരുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഒന്നായിത്തീരുന്നത് ഈ ഒരവസ്ഥയിലാണ്. അത് മറന്നിട്ട് ഇന്ന് ഗേ മാരേജ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വലിസത്തിൻ്റെ മേഖലയിൽ ജഡികാസക്തി കടന്നു വന്ന് ദൈവത്തെ മറന്ന് ദൈവപ്രമാണങ്ങളെ വിട്ട് ദൈവത്തിൻ്റെ പദ്ധതി വിട്ട് തന്നിഷ്ടം പോലെ ജീവിക്കുന്ന മനുഷ്യൻ, ജെറമ്യ പ്രവാചകൻ പറഞ്ഞ പോലെ, മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നോട്ട് പോയി നശിച്ച് അങ്ങനെ അടിയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനം കിടക്കുന്നത് ഇവിടെയൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മക്കളൊക്കെ പാവപ്പെട്ട മക്കളാ. ഞാനിത് ഇന്ന് ഈശോ നമ്മോട് പറയുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ മക്കളെ. പാവപ്പെട്ട മക്കളാ, ദൈവത്തിൻ്റെ മക്കളാ. ഇറ്റലി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വിശുദ്ധരൊക്കെ ഉണ്ടായ സ്ഥലമാണ് ഇറ്റലി. വിദേശ രാജ്യങ്ങളൊക്കെ എന്തുമാത്രം വിശുദ്ധർ, എന്തുമാത്രം ദേവാലയങ്ങൾ. ക്രൈസ്തവ സഭയുടെ ഇറ്റില്ലമാണ് ഇറ്റലി. അവിടെയൊക്കെ നടക്കുന്ന ഇന്ന് ഇതൊക്കെ കടന്നു വരുന്നതിൻ്റെ പിന്നിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു വലിയൊരു മേഖലയുണ്ട്. നിങ്ങൾ നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചോ. അവിടെ ദൈവത്തിൻ്റെ വലിയൊരു നിലവിളി ഉയരുന്നുണ്ട്. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖലകളെയൊക്കെ നമ്മൾ നന്നായിട്ട് കാണണം. ഹോമോസെക്ച്വാലിറ്റി, ദൈവം ആഗ്രഹിക്കാത്ത അത് സോഡോം ഗൊമോറ. അതിനെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ ഒരു വലിയൊരു വചനം പറഞ്ഞു. അവിടെ പറയാണ്, കനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങളായിട്ട് അവർ മാറി. കനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ. അതായത് ദൈവമായ കർത്താവ് ലൈംഗികത മനുഷ്യന് തന്നെന്തിനാ? ജീവൻ പ്രദാനം ചെയ്യാനാണ്, മനുഷ്യ മക്കൾക്ക് ജന്മം കൊടുക്കാനാണ്. അപ്പം അച്ഛന് ലൈംഗികതയുണ്ട്. അച്ഛന് ഈ ലൈംഗികതയെ ദൈവത്തിന് ബ്രഹ്മചര്യം എന്ന വ്രതത്തിലൂടെ സമർപ്പിച്ചിരിക്കുന്നത് അനേകം ആത്മാക്കൾക്ക് ജന്മം നൽകി സ്വർഗത്തിൽ ജനിപ്പിച്ച് അപ്പനാകാനാണ്. ഒരപ്പനാകാൻ, കനിയാകാൻ സാധിക്കുന്ന ഒരു വലിയ അഭിഷേകമാണ് ലൈംഗികത. ഒരപ്പനെ, ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയെ ദൈവം തൻ്റെ നാമത്തിൽ യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിൽ നിന്ന് കനിയുണ്ടാകണം, ജീവൻ ഉണ്ടാകണം, കുഞ്ഞുണ്ടാകണം. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ പറയാ ഹോമോസെക്ച്വാലിറ്റി അല്ലെങ്കിൽ ഈ ഗേ മാരേജ്. അവിടെ എന്താണ് സംഭവം? കനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വളരെ വ്യക്തമായിട്ട് സോദോം ഗൊമോറയെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ മേഖലകളിൽ ദൈവത്തെ മറന്ന്
മനുഷ്യൻ്റെ ജഡികാസക്തിക്ക് പ്രാധാന്യം കൊടുത്ത്, മനുഷ്യൻ്റെ ജഡിക സുഖത്തിന് പ്രാധാന്യം കൊടുത്ത് ഇന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അല്ലെങ്കിൽ മനുഷ്യനായിത്തീർന്നിരിക്കുന്ന ഈ അവസ്ഥകളിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവ കരുണയ്ക്ക് വേണ്ടി ചങ്കുപൊട്ടി ഹൃദയം നുറുങ്ങി കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ മക്കൾക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നു വരത്തില്ല. അതുകൊണ്ട് ഈ കരുണയുടെ തിരുനാളിൽ ഈ മേഖലകളെയൊക്കെ സമർപ്പിച്ച് ഇന്ന് കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലി ലോകം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഈ മേഖലകളെ, ഇങ്ങനെയുള്ള പാവപ്പെട്ട മക്കളെ അവരാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ മക്കളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഡൈവോഴ്സ്, വിവാഹമോചനം ഇന്ന് വളരെയേറെ എന്താ പറയുക, ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത വലിയൊരു തെറ്റത്. ഞാൻ പറയും, ഡൈവോഴ്സ് ദൈവം വെറുക്കുന്ന പാപമെന്ന്, വെറുക്കണ പാപമാണ്. അതായത് ദൈവം പറഞ്ഞ കാര്യമുണ്ട്, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാകുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഒത്തിരി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മേഖലയാണ് ഡൈവോഴ്സിൻ്റെ മേഖല. കാരണം ഇന്ന് നമ്മുടെ സഭയിലും നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിലും എങ്ങുമില്ലാത്ത വിധം ക്രിസ്തീയ മേഖലയിൽ ഡൈവോഴ്സ് കടന്നു വരുമ്പോൾ അച്ഛൻ പറയും, ഇവിടെ പിശാചിൻ്റെ ശക്തമായ ഒരു പ്രവൃത്തിയുണ്ട്, നാശം വിതയ്ക്കുന്ന. അവിടെ എന്താ പറഞ്ഞേ, ഞാൻ അവർക്ക് ദൈവത്തിൻ്റെ വചനം സംഭവിക്കണം. ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അച്ഛന് പറയാനുണ്ട്. ദൈവത്തിൻ്റെ വചനം, ഒരു കാര്യം ഓർത്തോ, ദൈവം യോജിപ്പിച്ചിട്ടുള്ള മക്കളെ ദൈവം തന്നെ അതിൽ നിലനിർത്തിക്കൊള്ളും. അതുകൊണ്ട് ദൈവം പറയും, ഞാൻ യോജിപ്പിച്ചത് മനുഷ്യനായിട്ട് വേർപ്പെടുത്തരുത്. ഇനി കുറവുണ്ടോ, പോരായും. പിന്നെ വേറെ കാര്യം ഓർത്തോ, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണേ? നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണ്ടേ? വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മാനസാന്തരചേട്ടം, ദൈവമേ, അങ്ങ് എന്നെ അങ്ങേക്കായി സൃഷ്ടിച്ചു. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയല്ല. നിന്നെ ദൈവം സൃഷ്ടിച്ചത്, എന്നെ ദൈവം സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയല്ല, പിന്നെയോ ദൈവത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. അതൊരു വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഒരു പ്രാർത്ഥന, അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകമുണ്ട്, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര, നിങ്ങൾ വായിച്ചണം. ആ പുസ്തകത്തിൽ യോസേപ്പ് പിതാവ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ കൃപകൾ എന്നിൽ നിറച്ച് ആ കൃപകളെ വിതരണം ചെയ്യുന്ന ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. എൻ്റെ യേശുവേ, എന്താണ് ആ പ്രാർത്ഥന കേട്ടെ? നമ്മളെ ദൈവം സൃഷ്ടിച്ചേക്കാണ് ദൈവത്തിന് വേണ്ടി. എന്തിനാ? അങ്ങയുടെ കൃപകൾ എന്നിൽ നിറച്ച് ആ കൃപകളെ അനേക മക്കൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ഉപകരണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ്, അതിനാ സൃഷ്ടിച്ചേക്കണേ. വിവാഹ ജീവിതത്തിൽ, പൗരോഹിത്യത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, എൻ്റെയും നിൻ്റെയും ഉത്തരവാദിത്വം ഈ കൃപ നിറച്ച് അനേക മക്കൾക്ക് കൃപ കൊടുക്കുന്ന ഉപകരണമായിട്ട് തീരാന്നുള്ളതാണ്. ഒരു ഭർത്താവ്, ഒരു ഭാര്യ ദൈവത്തിൻ്റെ കൃപ നിറച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ആ കൃപകൾ കൊടുക്കാനും വേണ്ടിയാ ഈ കൂദാശയിൽ സ്വീകരിക്കുന്ന, ഈ വിവാഹത്തിൽ പ്രവേശിക്കുന്ന കൃപ കൊടുക്കാൻ വേണ്ടിയാ. ഈ അവസ്ഥയിൽ എങ്ങനെ ഡൈവോഴ്സ് ചെയ്യും? ഒരു പോരായ്മയുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് അവനിലേക്ക്, അവളിലേക്ക് നിന്നിൽ ദൈവം നിറച്ച കൃപ ഒഴുക്കുമ്പോൾ അവിടെ ഡൈവോഴ്സ് സംഭവിക്കില്ല. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, എന്നാൽ അത്ര ഒത്തിരി കേസുകൾ അച്ഛൻ ഇടപെട്ടിട്ടുണ്ട് ഡൈവോഴ്സിൻ്റെ മേഖലയിൽ, നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ. ഇനി എന്ത് ഗൗരവമുള്ള കാര്യമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം യോജിപ്പിച്ചത് കർത്താവ് തന്നെ കാത്തോളൂല്ലേ? വിശ്വാസമില്ലാത്ത എന്തേ ദൈവം കാക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ എന്താ പറയുക, വിവാഹത്തിന് കാർമ്മികനാകാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഈ ബൈബിളെ തൊട്ട് സത്യം ചെയ്യില്ലേ, പ്രതിജ്ഞ, അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പറയണ പറച്ചിലെന്താ മക്കളെ? ബൈബിളെ തൊട്ടിട്ട് എന്താ പറയണത്? നിങ്ങൾ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചോളാന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ വിശുദ്ധ കുർബാന മധ്യേണ്. പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ ബൈബിളെ മുത്തി കുർബാനയിൽ സമർപ്പിച്ച് ജീവിതം ആരംഭിച്ചു. മരണം വരെ ജീവിച്ചോളാന്ന്. ഡൈവേഴ്സ്, പ്രിയപ്പെട്ട മക്കളെ,
ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കും വിരുദ്ധമായ മേഖല, ആ ഒരു മേഖലയോർത്ത് ഒത്തിരിയേറെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ, ഇൻഡിവിജ്വലിസം, വ്യക്തി സ്വാതന്ത്ര്യം, ദൈവമില്ല, ദൈവത്തിൻ്റെ വചനമില്ല, ദൈവത്തോട് ചെയ്ത പ്രതിജ്ഞയ്ക്കും വിലയില്ല. അങ്ങനെ ഇന്ന് കുടുംബത്തിൽ, ജീവിതത്തിൽ ഒത്തിരിയേറെ വീഴ്ചകൾ സംഭവിച്ചു പോയി. അതോടൊപ്പം തന്നെ ലിവിങ് ടുഗദർ, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കണ അവസ്ഥ, ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൂദാശയില്ല. അതോടൊപ്പം തന്നെ പ്രോണോഗ്രഫി, നമുക്കറിയാം ഒത്തിരിയേറെ മക്കൾ വഴുതിറ്റ് പോകുന്ന അവസ്ഥ. ദൈവം നമുക്ക് കാഴ്ചശക്തി തന്നു, നല്ലത് കാണാനാ, കേൾവിശക്തി, നല്ലത് കേൾക്കാനാ. നമ്മുടെ ശരീരം ഈ പ്രോണോഗ്രാഫി പെട്ടുപോയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മക്കൾ ശരീരം മ്ലേച്ഛതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മക്കൾ, ആ മേഖലയ്ക്ക് വേണ്ടി ഇന്ന് കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ദൈവാലയത്തെ മ്ലേച്ഛമായിട്ട് പ്രദർശന വസ്തുവാക്കി അനേക മക്കൾക്ക് പാപഹേതുവാക്കി ഉപയോഗിക്കുന്ന പാവപ്പെട്ട മക്കൾ, ആ മക്കളെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. കാരണം സ്വർഗത്തിൽ പോകേണ്ട ശരീരമല്ല മക്കളെ നമ്മുടെ ശരീരം എന്ന് എത്ര മക്കൾക്ക് ഈ ചിന്തയൊക്കെ ഉണ്ട്. സ്വർഗത്തിൽ പോകണം, ദൈവകരുണയിലേക്ക് നമ്മെ ദൈവം വിളിക്കുമ്പോൾ ഈശോ പറഞ്ഞില്ലേ, നിന്റെ നീതിയുടെ ഒരു വിധി വരും, ആ വിധിക്ക് ശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് വേണം മക്കളെ കരുണയിലേക്ക് തിരിയുക. അതുകൊണ്ട് ഇങ്ങനെ പാപത്തിൽ ഈ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകേണ്ട ദൈവത്തിൻ്റെ ആലയമാകുന്ന ശരീരങ്ങളെ നശിപ്പിച്ച് മ്ലേച്ഛതയ്ക്ക് വിട്ടുകൊടുത്ത് അതിന് അനേകം മക്കൾക്ക് പാപഹേതുവാക്കി ജീവിക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പൈശാചികത ഇന്ന് അനേകം ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഇങ്ങനെയുള്ള തിന്മയിലേക്ക് നയിച്ചു. പിന്നെ തെറ്റായ സ്നേഹബന്ധം, വിവാഹത്തിന് മുമ്പുള്ള ജഡിക പാപങ്ങൾ. ദൈവം ലൈംഗികത തന്നിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കിക്കോ മക്കളെ, വിവാഹത്തിൽ ജീവന് വേണ്ടി മാത്രം പരിക്രമം ചെയ്യുന്ന ഒരു കൂദാശയാണ് ഈ ഒരു അവസ്ഥ, ഈ ഒരു ജീവിതം, അതിൻ്റെ പർപ്പസ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഗർഭനിരോധന മാർഗങ്ങൾ. ഇന്നും മനുഷ്യൻ ജഡത്തെ ഉണർത്തി ജഡികാസക്തിക്ക് വേണ്ടി ഈ വക ഇതൊക്കെ അതിനു വേണ്ടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയാണ്. ഈ ഗർഭചിത്രവും ഈ അബോർഷനും അതോടൊപ്പം തന്നെ ഡൈവോഴ്സും ഈ ഗേ മാരേജും ഈ ഹോമോസെക്ച്വാലിറ്റിയും ഈ പ്രോണോഗ്രഫിയും ഈ അഡൾട്ട് ഈ വ്യഭിചാരവും ഇതൊക്കെ ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി അവൻ ഉണ്ടാക്കിയ കുറേ കാര്യങ്ങൾ. ഇനി അതിനനുസരിച്ച് നിയമങ്ങൾ പാസ്സാക്കി. ഇന്ന് ഈ ലോകത്ത് സംഭവിച്ച വലിയ ദുരന്തം പ്രത്യേകം പ്രാർത്ഥിക്കണം മക്കളെ. ഒത്തിരി രാജ്യങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരെ, ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ, ദൈവത്തിൻ്റെ വചനത്തിനെതിരെ നിയമങ്ങൾ പാസ്സാക്കി. ഗർഭചിത്രം നിയമമാക്കി, ഗേ മാരേജ് നിയമമാക്കി, ലിവിങ് ടുഗദർ അനുവദനീയമാക്കി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യൻ ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം ഭയങ്കര ഡെവിളിഷാ. ആധിപത്യം ഉടയവൻ്റെയാ, തമ്പുരാൻ്റെയാ. അത് മറന്നിട്ട് ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ വചനം വിട്ട്, ദൈവത്തിൻ്റെ പദ്ധതി വിട്ട് ഇന്ന് നിയമങ്ങൾ പാസ്സാക്കി മനുഷ്യൻ ഇന്ന് പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലം ഈ 2020 നമ്മൾ അനുഭവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖലകൾക്കൊക്കെ വേണ്ടി ചങ്കുപൊട്ടി ഹൃദയം നുറുങ്ങി കർത്താവേ കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത അച്ഛൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ സ്വാധീനം, ഇതിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ സഭയിലും ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിന് വേണ്ടി, മേഖലയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സഭയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം ഇതിൻ്റെ സ്വാധീനം കൂദാശകളെ ഒത്തിരി സ്വാധീനിച്ച് ഇന്ന് കൂദാശകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത അവസ്ഥയായിട്ട് മാറി. ഒരു ചടങ്ങ്, ഒരാചാരം, ഒരു കടത്ത്. എന്താ കൂദാശ എന്ന് പറഞ്ഞ മക്കളെ? ഇന്ന് ഒത്തിരി മക്കൾക്ക് കുമ്പസാരമൊന്നുമില്ല. ഇന്ന് സഭ വലിയ ക്രൈസിസിലാണ്. കുമ്പസാരില്ല, കുമ്പസാരം വേണ്ട, കുർബാനയ്ക്ക് പോകാത്ത മക്കള്, ദൈവവിളി കുറഞ്ഞു ഒത്തിരിയേറെ മേഖലകളിൽ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമ്മൾ അറിയണം, കൂദാശകൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കണം. കൂദാശയുടെ ചൈതന്യം അവിടെ നിന്ന് വരുന്നത്, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്, വെളിപാട് 12:11, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും
അവൻ്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിൻ്റെ രക്തം, യേശു കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച് പാപത്തെ നീക്കിയ ഈ കാരുണ്യത്തിൻ്റെ ശക്തി കൂദാശയിൽ നിറച്ച് 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 വച്ചേക്കാ ദൈവം. എന്തിനാ? തൻ്റെ മക്കൾക്ക് കൃപ നിറച്ചു തരാൻ, തൻ്റെ മക്കൾക്ക് ജീവന്റെ ചൈതന്യം നിറച്ചു തരാൻ ഈ കരുണ നിറച്ചു വച്ചേക്ക കൂദാശകളിൽ. ഈ കൂദാശകളെ അവഹേളിക്കുന്ന മക്കള് മാമോദിസ കൊടുക്കും. ജന്മപാപത്തോടെ ജഡത്തിൽ നിന്ന് മാംസത്തിൽ നിന്ന് ജനിച്ച മാംസം, ഈശോ പറഞ്ഞു നിക്കോദേമോസിനോട്, മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസമാ, ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. ഈ വീണ്ടും ജനിക്കുന്ന കൂദാശയിലൂടെ, മാമോദിസായിലൂടെ ഒരു കുഞ്ഞ് വീണ്ടും ജനിക്കുക. ആ മാമോദിസ എന്ന കൂദാശയെ അയോഗ്യതയോടെ പരിക്രമം ചെയ്യുന്ന മക്കള് മദ്യം വച്ച് വിളമ്പി ലോകത്തിൻ്റെ ജഡികമായ ഭക്ഷണത്തിൻ്റെ ആർഭാടതയിൽ കൂദാശയുടെ ചൈതന്യം മറന്ന് കൂദാശയെ പരിക്രമം ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കൂദാശയെ അയോഗ്യതയോടെയും അശ്രദ്ധയോടെയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ചടങ്ങ് പോലെ ഒരു കടത്താക്കി അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി ആചരിച്ച സ്വീകരിച്ച ഒത്തിരി മേഖലകൾക്ക് വേണ്ടി നമ്മൾ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കുരിശുമരണത്തെ അവഹേളിക്കുന്ന കൂദാശ പരിക്രമങ്ങൾ ഇന്നേറെയാണ്, ഇഷ്ടം പോലെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാന, ഇന്ന് ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പല മക്കൾക്കും താല്പര്യമില്ല. നമ്മൾ ഇവിടെ പിന്നെയും കുറച്ചൊക്കെ ഉണ്ട്. വിദേശ രാജ്യങ്ങളൊക്കെ നമുക്കറിയാം പ്രിയപ്പെട്ട മക്കളെ, ദേവാലയങ്ങൾ ഒത്തിരി അടയ്ക്കപ്പെട്ടു, വിൽക്കപ്പെട്ടു. നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിനും ദൈവാരാധനയ്ക്കും ദൈവാലയത്തിനും പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹം അവിടെ പണ്ട് ജീവിച്ചിരുന്നു. കാരണം മറ്റൊന്നുമില്ല, നമ്മളവിടെ എവിടെയും പോയി നോക്കിയോ, അവിടെയുള്ള ആ സ്ഥലത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരിക്കും ദേവാലയം. എൻ്റെ അർത്ഥം എന്നാ? ഒരു ജനം ദൈവത്തിനും ദൈവാരാധനയ്ക്കും ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ, ബലിയർപ്പണത്തിൻ്റെ, ആരാധനയുടെ, ദൈവബന്ധത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് നിലനിന്നിരുന്ന ദേവാലയങ്ങൾ ഇന്ന് ആളുകളില്ലാതെ കൊട്ടിയടയ്ക്കപ്പെട്ടു, വിൽക്കപ്പെട്ടു, ബാറുകളാക്കി, പബ്ബുകളാക്കി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ ദൈവത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഇൻഡിവിജ്വലിസത്തിൻ്റെ വ്യക്തിസ്വാതന്ത്ര്യ അവസ്ഥയിൽ പടിയിറങ്ങിപ്പോയ മക്കൾ. ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിഞ്ഞ് ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ട മേഖലയാണ് മക്കളെ ഇത്. വിശുദ്ധ കുർബാനയ്ക്ക് ആളുകളില്ല. കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്നൊക്കെ വന്ന ന്യൂസ് വായിച്ചതാണ്. പല ഇടവകങ്ങൾ ചേർത്ത് എണ്ണം കുറേ, എന്താ പറയുക, 2-3 പള്ളി ചേർത്തിട്ട് ഒറ്റ പള്ളിയാക്കുന്നു. ബാക്കി പള്ളിയൊക്കെ അടച്ചിടുന്നു, പതുക്കെ പതുക്കെ വിൽക്കാൻ പോണു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അടയ്ക്കപ്പെടുന്ന ദേവാലയങ്ങൾ മനുഷ്യത്തിൻ്റെ സ്വാർത്ഥതയുടെയും ദൈവത്തെ വിട്ടുപേക്ഷിക്കലിൻ്റെയും ദൈവത്തെ മാറ്റി നിർത്തുന്നതിൻ്റെയും വലിയ അടയാളമാണ്. അവിടെ നാശം വരും. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖലകൾക്ക് വേണ്ടി ശക്തമായിട്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ വേറൊരു മേഖലയാണ്, ഇന്ന് കൽപ്പനകളെക്കുറിച്ച്, പ്രമാണങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ പല സ്ഥലത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല. അബോർഷൻ, ഗേ മാരേജ്, നോ. ലിവിങ് ടുഗദർ, നോ. ഇതൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ? അവിടെ നിയമമാക്കുക, രാജ്യത്തിൻ്റെ നിയമമാണ്. ഈ വചനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യ മക്കൾ മാറി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് വലിയൊരു പൈശാചികതയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് പോകുന്ന ഈ സംസ്കാരത്തിൽ നമ്മളൊക്കെ ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, രാജ്യങ്ങളിലേക്ക്, മാനവകുലത്തിലേക്ക് അതുപോലെ ശക്തമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നിനും ഒരു ഉറപ്പും ഒരു വ്യക്തതയൊന്നുമില്ല. എന്ന് പറഞ്ഞ മിശ്ര വിവാഹം, തോന്നിയ പോലെ ജീവിക്കും, കല്യാണം കഴിക്കാണ്ട് ജീവിക്കും. വ്യക്തികൾക്കാണ് സ്വാതന്ത്ര്യം. ദൈവം എവിടെ? ദൈവത്തിന് സ്ഥാനമൊന്നുമില്ല, വചനത്തിന് സ്ഥാനമില്ല, പ്രമാണങ്ങൾക്ക് സ്ഥാനമില്ല. ഈ മേഖലകളെയൊക്കെ ഒന്ന് ഇന്ന് പ്രിയപ്പെട്ട മക്കളെ നന്നായിട്ടൊന്ന് പരിശോധിക്കണം. ഈ മേഖലകൾക്കൊക്കെ വേണ്ടി, ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് ചങ്കു പൊട്ടി പ്രാർത്ഥിക്കണം.
ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആവശ്യമാണ് ഇത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, ആരാധനയ്ക്ക് വന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ, ആരാധനാക്രമത്തിൽ ഒത്തിരിയേറെ പോരായ്മകൾ. ഇന്ന് വിശുദ്ധ കുർബാനയുടെ കാര്യം പറഞ്ഞാൽ ഇന്ന് പല മക്കൾക്ക് സമയമില്ല, കുർബാന അർപ്പിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ സമയം നീണ്ടുപോയി. അച്ഛനൊരു സങ്കടം പറയട്ടെ, അതായത് ഒരു വിഷമം പറയാണ്. ചിലപ്പോഴൊക്കെ കുർബാന അർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സീറോ മലബാർ കുർബാനയൊക്കെ ഒരു 45 മിനിറ്റെങ്കിലും 45 മിനിറ്റെങ്കിലും വേണം സാധാരണ കുർബാന അർപ്പിക്കാൻ, സാധാരണ കുർബാന ഇട ദിവസങ്ങൾ. ചിലപ്പോൾ കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ ചിലക്ക് വന്ന് പറയും അച്ഛൻ്റെ കുർബാനയ്ക്ക് കുറച്ച് നീട്ടം കൂടില്ല എന്ന് പറയും. ഞാൻ അതിൻ്റെ പിന്നെ എന്താ ഈ പറയണേ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് പല മേഖലകളിലും പല അച്ഛന്മാരുൾപ്പെടെ ഓടിച്ചിട്ടൊരു കുർബാനയാണ്. 20 മിനിറ്റ് 25 മിനിറ്റ് കുറേ പ്രാർത്ഥന കട്ട് ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുർബാനയിൽ കയറി കളിക്കാൻ തുടങ്ങി മനുഷ്യൻ. ആരാധനാക്രമത്തിൽ കയറി തോന്നിവാസം, വ്യക്തി സ്വാതന്ത്ര്യം. ചില പ്രാർത്ഥന ചൊല്ലത്തില്ല, ഇഷ്ടമുള്ളത് മാറ്റി ചൊല്ലും. ഞാൻ പറഞ്ഞു വരിക മറ്റൊന്നുമില്ല, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുർബാനയിൽ കയറി പണിത്. കർത്താവ് കുരിശിൽ 3 മണിക്കൂറോളം തൂങ്ങിക്കിടന്ന് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത ആ ബലിക്ക് പ്രാധാന്യമില്ല. ആ കുർബാന സ്വീകരിക്കാൻ മനസ്സില്ല, ആ ദേവാലയത്തിൽ കയറത്തില്ല. ഇന്ന് ഒരു കാര്യം എനിക്കൊരു ഇതായിട്ട് വന്നതാണ്, ഒരു ചിന്ത വന്നതാ. പല മക്കൾക്കും പള്ളി കയറത്തില്ല. ഇന്ന് പള്ളിയൊക്കെ അടച്ചേക്കാണല്ലോ. പള്ളി കയറത്തില്ല, പള്ളി വരത്തില്ല, വന്നാലും പുറത്തെ നിൽക്കൂ. ഇനി പള്ളിക്കകത്തൊന്നും കൈയ്യട്ടി നിൽക്കത്തുള്ളൂ, കുർബാന സ്വീകരിക്കത്തില്ല. തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും. ഒരു കാര്യം പറയുന്ന, മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന് വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടം ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു കാലഘട്ടമാണ്. വന്നുപോയ വീഴ്ചകൾ ഏറെയുണ്ട്, പറ്റിപ്പോയ ഒത്തിരിയേറെ അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ, വീഴ്ചയുണ്ട്. ഈ മേഖലകളൊക്കെ കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എന്തിനു വേണ്ടി നമുക്ക് ജീവിതം തന്നു, ദൈവം എന്തിനു വേണ്ടി കൂദാശ തന്നു, ഇതെല്ലാം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയാകും. ഇതിൻ്റെ വലിയ സ്വാധീനം പൗരോഹിത്യ ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും കൂടി കടന്നു വന്നിട്ടുണ്ട്. നമ്മളിന്ന് ആ മേഖലയ്ക്ക് വേണ്ടി ഒത്തിരി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. ചിലപ്പോൾ അച്ഛൻ പറയുമ്പോൾ ചിലക്കെങ്കിലും വിഷമം തോന്നും, പക്ഷേ ഇതൊരു സത്യമാണ്. ഈ ഇൻഡിവിജ്വലിസത്തിൻ്റെ, ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു സ്വാധീനം പൗരോഹിത്യത്തിലും സമർപ്പണ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ട്. വ്രതബദ്ധമായ ജീവിതം, അതിനൊക്കെ ഒരു പണ്ടത്തെ തീക്ഷ്ണ തീവ്രതയൊക്കെ ഉണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഈ ലോകത്തെ വിട്ടുപേക്ഷിച്ച് പൗരോഹിത്യത്തിൻ്റെ ചൈതന്യത്തിൽ സമർപ്പണ ജീവിതത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ഒരു സമർപ്പണമുണ്ട്. എനിക്ക് ഒത്തിരി വേദന വന്നൊരു സംഭവം ഞാൻ നിങ്ങൾ പറയാം. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് എനിക്ക് വളരെ അറിയാവുന്ന ഒരു സഹോദരി സിസ്റ്റർ ഇവിടുന്ന് ജർമ്മനി പോയി, ഒരു നേഴ്സായിട്ട് പോയി. അവിടെ ചെന്നു, വ്രതമൊക്കെ ദൈവം സമർപ്പിച്ച ഒരു കൊച്ചാ സിസ്റ്റർ, പാവം കൊച്ച്. അവിടെ ചെന്നു, ഒരച്ഛനെ കണ്ടു, സ്നേഹമായി കേട്ടി. ഞാൻ പറയാം, പൗരോഹിത്യത്തെ വിടാൻ ഒരു മടിയില്ല, സമർപ്പണത്തെ ജീവിതത്തെ വിടാൻ മടിയില്ല. അത് ഭയങ്കര തിന്മയാ മക്കളെ. അതായത് നമ്മളൊക്കെ നിത്യവ്രതം ദൈവത്തിന് മുമ്പിൽ ഇന്നു മുതൽ മരണം വരെ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, വ്രതങ്ങൾ പാലിച്ചോളാം, കർത്താവിൻ്റെ അഭിഷിക്തനായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു പുല്ലുവില പോലെ ആ സിസ്റ്റർ എന്നിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ട് പറഞ്ഞു, അച്ഛാ സോറി അച്ഛാ പറ്റി. ഞാൻ സിസ്റ്റർ പറഞ്ഞുള്ളൂ, ആരെ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പോൾ ആരെ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി, ആരെ കണ്ടിറങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തെ വിട്ട് എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, എൻ്റെ തോന്നൽ, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്, വിശ്വസ്തത ഇന്ന് നമുക്ക് സഭയിൽ, പൗരോഹിത്യത്തിൽ, സമർപ്പണ ജീവിതത്തിൽ, കുടുംബത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം അച്ഛനിനി അധികം പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. ഒരു സംഭവം പറയാം. കഴിഞ്ഞ ദിവസം ഒരമ്മ വിളിച്ചിട്ട് എന്നോട് പറയാം, അമ്മ പറയണം, അമ്മ അച്ഛാ എൻ്റെ മോൻ്റെ പട്ടമെടുത്തു, അച്ഛൻ്റെ മോനു വേണ്ടി കരയാണ്. ഞാൻ അമ്മച്ചി പട്ടെടുത്തു, അച്ഛൻ്റെ മോനു വേണ്ടി പ്രാർത്ഥിക്കണം. കരച്ചില. ഞാൻ ചേച്ചി കരയണമെന്ന് സന്തോഷിക്കാനുണ്ട്. എൻ്റെ അച്ഛ അവനിപ്പോൾ കാണുമ്പോൾ എനിക്ക് സങ്കട. എൻ്റെ കൊച്ച് ചെറുപ്പത്തിൽ പള്ളി പോവും, അവൻ മുട്ടുകുത്തും, കൈകൂപ്പി പിടിച്ച് നിൽക്കും, കുരിശു വരച്ച്, അവൻ്റെ കുരിശു വര കണ്ടാൽ മതി, നന്നായിട്ട് കുരിശു വരയ്ക്കും. വലിയ ചൈതന്യത്തിൽ നിന്ന കൊച്ചാ. ഞാൻ ഇപ്പം അച്ഛാ ഞാൻ അവനെ നോക്കുമ്പോൾ അവൻ പള്ളി കൈയിട്ട് നിൽക്കണു വെച്ചാ, കുരിശു വരയ്ക്കും ഇങ്ങനെ കാണിച്ചു വിടുന്നു വെച്ചാ. ഒരു അശ്രദ്ധമായിട്ട് എൻ്റെ അച്ഛ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ മോൻ അച്ഛനാവണ്ട, എൻ്റെ മോൻ അച്ഛനാവണ്ട.
ഈ അമ്മക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പൗരോഹിത്യ മേഖലയിലും സമർപ്പണ ജീവിതത്തിലും ദൈവം വിളിച്ച വിളിയുടെ വിശ്വസ്തത, ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ അല്ലെങ്കിൽ ദാരിദ്ര്യ വ്രതത്തിൻ്റെ, ലോകത്തെ വിട്ടുപേക്ഷിക്കുന്നതിൻ്റെ ഒരവസ്ഥ, അത് മറന്നു പോയ അനേകം അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. കഴിഞ്ഞ ദിവസമൊക്കെ ചില മേഖലകൾ അച്ഛന്മാർക്കെതിരെയും സഭയ്ക്കെതിരെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആയിരങ്ങൾ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യണമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി എന്ന് ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഈ ലോകത്തിൽ നിങ്ങളുടെ മക്കളല്ല, നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും ഈ പറഞ്ഞ സ്വാധീനങ്ങളൊക്കെ നമുക്കും സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന വീഴ്ചകളും പോരായ്മകളും കുറവുകളും ബലഹീനതകളും ചായ്ച്ചലുകളും വീഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറയണത് ഈ മേഖലകൾക്കൊക്കെ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ അച്ഛന്മാരെയും നമ്മുടെ സിസ്റ്റേഴ്സിനെയും നമ്മുടെ യുവമക്കളെയും നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളെയും നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ അഭിമന്യ പിതാവിനെയും മാർപ്പാപ്പയും എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവപ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇന്ന് പല മേഖലകളിലും ഒന്നാം പ്രമാണ ലംഘനം, പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, വ്യക്തമായിട്ട് പറയണില്ല, നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളാണ്. ഈ മേഖലകളിലൊക്കെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. കാരണം എന്നറിയോ, ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കളകളുടെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. നല്ല വിത്ത് വിതച്ചു, പക്ഷെ അതിനിടയിൽ കളകൾ കൂടി പൊങ്ങി വരിക. അപ്പം വേലക്കാരി ചോദിച്ചു, യജമാനനെ അങ്ങ് നല്ല വിത്തല്ല വിതച്ചേ? അപ്പം യജമാനൻ പറഞ്ഞത്, ദുഷ്ടൻ വന്ന് വിതച്ചതാ. സഭയിൽ, പൗരോഹിത്യത്തില്, കുടുംബജീവിതത്തില് പ്രിയപ്പെട്ട മക്കളെ, ദുഷ്ടൻ വിതച്ച കളകൾ ഇന്ന് ഒത്തിരി പൊതി നിൽക്കുന്നുണ്ട്. ആ മേഖലകൾക്ക് വേണ്ടി നമ്മളൊക്കെ ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് അനുതപിച്ച് കരുണയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കും. ഇന്ന് എല്ലാവരും കുറ്റം പറയും, എല്ലാവരും കമൻ്റ് അടിക്കും, അച്ഛന്മാർക്കെതിരെ പറയും. ഞാൻ പറയും, ഒന്നും എതിരെ പറയാനല്ല മക്കളെ, ദൈവത്തോട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സമൂഹം ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി അനേകം മക്കളുടെ വിശുദ്ധമായ കരങ്ങൾ ദൈവകരുണയിൽ ഉൾക്കൊണ്ട അഭിഷേകത്തിൽ നിന്ന് ഉയരട്ടെ, നിലവിളിക്കട്ടെ. ഈ ഒരു അഭിഷേകം നിറയപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മേഖലകളിൽ വീണ്ടും കുറേ മേഖലകൾ കർത്താവ് പറഞ്ഞു. അതായത് ഇന്ന് നമ്മൾക്ക് ഈ ദിവസങ്ങൾക്ക് ഈ നാളുകളിൽ കണ്ടു ദേവാലയത്തിൻ്റെ പേരിലുള്ള ഒത്തിരി മത്സരങ്ങൾ, കേസുകൾ, കോടതിയുടെ വിധി പ്രകാരം പോലീസ് വന്ന് ഇറക്കി മാറ്റുന്ന അവസ്ഥകളൊക്കെ. ഈ കൊറോണ കാലഘട്ടം കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ 2020 കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദേവാലയത്തിൻ്റെ പേരിലൊക്കെ ഇതൊന്നും ഓർത്തേക്ക് ഞാനൊക്കെ അത് കണ്ടിട്ടൊക്കെ കരഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അതായത് അനേകം മക്കളെ പോലീസ് പിടിച്ചു മാറ്റുന്നു, ചങ്കുപൊട്ടി കരയുന്നു. ദൈവാലയം എന്ന് ഓർക്കണം, ദൈവം വസിക്കുന്ന ആലയം, അതിൻ്റെ പരിശുദ്ധി, ഇതുമാത്രം ദൈവം കരയുണ്ടാവും മക്കളെ എന്ന് ഓർത്തേക്ക്. അതുകൊണ്ട് ഇത് കുറ്റപ്പെടുത്താൻ പറയണതല്ല, നമ്മൾ ദൈവത്തോട് അലമുറയിട്ടിട്ടെന്ന പോലെ കരഞ്ഞ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ കുർബാനയുടെ പേരിലുള്ള വഴക്കുകൾ അങ്ങോട്ട് അങ്ങത്, പിന്നെ കുരിശിൻ്റെ പേരിലുള്ള വഴക്കുകൾ, ഇങ്ങനെ യേശു മരിച്ച കുരിശ്, ആ കുരിശിൻ്റെ പേരിൽ എന്ത് ദൈവശാസ്ത്രമാട്ടെ പ്രിയപ്പെട്ട മക്കളെ, ഇതിൻ്റെ ചൈതന്യ കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇന്ന് ചൈതന്യം നഷ്ടപ്പെട്ട, ദൈവത്തെ നഷ്ടപ്പെട്ട, വചനമില്ലാത്ത, ദൈവമില്ലാത്ത പല കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ, ഊട്ടുസദ്യകൾ, ആർഭാടതയുടെ, ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ഈ ആർഭാടതയിൽപ്പെടുത്തി മനുഷ്യൻ നശിപ്പിക്കുക. ഇവിടെയൊക്കെ കരുണയ്ക്ക് വേണ്ടി ഈ 2020 ഈ കരുണയുടെ തിരുനാളിൽ യേശു പറഞ്ഞതാ മക്കളെ, കരുണയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 13-14 തിരുവചനങ്ങൾ കർത്താവ് പറയുക, നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. ദൈവം പറയാ, നിങ്ങളുടെ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പറയാണ്. ഇവയൊക്കെ ഞാൻ വെറുക്കുന്നു. ദൈവമില്ല, ദൈവ ചൈതന്യമില്ല, ദൈവത്തിന് പ്രാധാന്യമില്ല.
കൂദാശയ്ക്ക് പ്രാധാന്യമില്ല, കുർബാനയ്ക്ക് പ്രാധാന്യമില്ല, ഞാൻ വെറുക്കുന്നു. എന്നിട്ട് പറയാണ് അവ എനിക്ക് ഭാരമായി തീർന്നിരിക്കുന്നു. എന്ന് പറയാണ് അവ എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു വലിയ മാറ്റം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വലിയ മാറ്റം കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ കാലഘട്ടത്തിലൂടെ പള്ളികൾ അടിഞ്ഞ് പള്ളിപണി, വലിയ ഇന്നിപ്പോൾ കൊട്ടാരമൊന്നുമല്ല, അതിനേക്കാൾ വലിയ പള്ളി. ഇതാർക്ക് വേണ്ടിയെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ മേഖലകളിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയപ്പെടുന്ന ചൈതന്യം, ദൈവ ചൈതന്യം നഷ്ടപ്പെട്ട, ദൈവത്തെ നഷ്ടപ്പെട്ട ഒരു വലിയ പൈശാചികത ഇന്ന് ഈ കാലഘട്ടത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഇതിനൊക്കെ വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ഒരു വലിയ മാറ്റം ഉണ്ടാവണം. ഇന്ന് മനുഷ്യൻ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു, എന്നാൽ അവൻ ചിന്തിക്കുന്നില്ല ഇതിനു ശേഷം അവനൊരു നിത്യജീവിതം ഉണ്ടെന്ന്. ഈശോ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, എൻ്റെ മക്കള് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുന്നു. എൻ്റെ മക്കൾക്ക് ഈ ലോകത്തിൽ ജീവിച്ചാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മനുഷ്യൻ ഇൻഡിവിജ്വലിസത്തിൻ്റെ, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയിൽ, ഈ പറഞ്ഞ മേഖലകളിലൂടെ കടന്നു പോയതൊക്കെ ഈ ലോകത്തിലെ സുഖം, ഈ ജഡത്തിലെ സന്തോഷം, ഈ ലോകത്തിലെ സ്ഥാനം, ഈ ലോകത്തിലെ നേട്ടം, ഈ ലോകത്തിലെ ബന്ധം, ഈ ലോകത്തിലെ കാര്യങ്ങൾ, അത് മതി. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു ലോകമുണ്ട്, നിത്യമായ ജീവിതം. പ്രഭാഷണ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്ന, ദൈവമായ കർത്താവ് പറയുക, മനുഷ്യ, നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിന്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച് നീ ഓർക്കണം. അപ്പോൾ നീ പാപം ചെയ്യില്ല. ജീവിതാന്ത്യം, നമുക്കൊരു മരണമുണ്ട്, അതിനുശേഷം വിധിയുണ്ട്, അതിനുശേഷം ആ വിധിക്കനുസരിച്ച് നമുക്ക് സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതിൽ അടിസ്ഥാനമിട്ട് പ്രിയപ്പെട്ട മക്കളെ ജീവിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ തിരുവചന ഭാഗത്തിൽ ഈശോ പറയാ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്നിട്ട് പറയാ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നു. ഈശോ പറയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ലലിയ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നമ്മുടെ ജീവിതം. എന്നാൽ കഷ്ടമേന്ന് പറയട്ടെ, മനുഷ്യൻ ഇന്ന് ഈ ലോകത്തെ കാണുന്നു, ഈ ലോകത്തെ ഈ ജഡം കാണുന്നു, ഇതിൻ്റെ സുഖം, ഇതിൻ്റെ സന്തോഷം, ഇതൊക്കെ അവസാനിക്കും. സങ്കീർത്തനം 90:10 വചനം പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ്റെ ആയുസ് 70 വർഷമാണ്, ഏറിയാൽ 80. അക്കാലം അത്രയും കഷ്ടപ്പാടും ദുരിതവുമാണ്. അത് പെട്ടെന്ന് തീർന്ന് നമ്മൾ കടന്നു പോകും. അത്രേ ഉള്ളൂ മക്കളെ, പെട്ടെന്ന് തീരും. അതിനുശേഷം നമുക്കൊരു ദീർഘായുസ്സുണ്ട്, നിത്യജീവിതം. അതിൽ അടിസ്ഥാനം ഇട്ട, അതിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കണം. ആ ജീവിതത്തിലേക്കുള്ള വിളിയാണ് മക്കളെ കരുണയുടെ യേശുവിൻ്റെ വിളി. ആ ഒരു തിരുനാളിലേക്കുള്ള ഒരുക്കമാണ് മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മളൊക്കെ നടത്തിയത്. ആ തിരുനാളാണ് ദൈവമക്കളെ നമ്മൾ നാളെ ആഘോഷിക്കാൻ പോകുന്ന ദൈവകരുണയുടെ തിരുനാൾ. നമ്മുടെ പിതാവായ തോമാശ്ലീഹ കർത്താവിൻ്റെ ചങ്കെ തൊട്ടിട്ട്, നാളെ പുതുഞായറാഴ്ചയാണ്, അന്ന് തന്നെയാണ് ഈ തിരുനാളും, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചിട്ട് തന്നെ സമർപ്പിച്ച പോലെ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞ് ഈ കർത്താവിൻ്റെ കരുണയുടെ വിളി സ്വീകരിച്ച് ആ ചങ്കിനെ തൊട്ട്, ആ ചങ്കിലെ മുറിവ് തൊട്ട്, ആ രക്തം കനിയുന്ന, ആ ദിവ്യജലമൊഴുകുന്ന ആ ഹൃദയത്തെ തൊട്ടിട്ട് എനിക്കും നിനക്കും പറയാൻ പറ്റണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ കർത്താവിൽ, ആ കരുണയിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇത് ഈ ലോകത്തിന് വേണ്ടിയല്ല മക്കളെ, മറക്കല്ലേ, ഈ ലോകത്തിന് വേണ്ടിയല്ല. ഇതിനുശേഷം ഒരു നിത്യജീവിതമുണ്ട്. അതുകൊണ്ടാണ് ഈ വിശുദ്ധാത്മാക്കളൊക്കെ സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ ഒക്കെ ഏറ്റെടുത്തപ്പോൾ അവർക്ക് പരാതിയില്ല. വിശുദ്ധ ഫൗസ്റ്റീന തന്നെ 33 വയസ്സേ ജീവിച്ചുള്ളൂ. ദൈവകരുണയുടെ വലിയ പ്രവാചികയായിട്ട് ദൈവത്തോട് ഇത്രമാത്രം ചേർന്നിരുന്നിട്ട് എന്തേ പെട്ടെന്ന് മരിച്ചു? അവർക്ക് മരണം നേട്ടമാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മളും വളരണം, ഉയരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാൻ പോവാം. ലോകം മുഴുവനെയും ഈ മേഖലകളൊക്കെ വെച്ച് അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയോ ചെയ്തേ. ഇന്ന് ഇനിയുള്ള സമയമൊക്കെ ഇരുന്ന് നിങ്ങൾ ഓരോരുത്തരും നമ്മളുൾപ്പെടെ ചിന്തിക്കണം. അപ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ചില മേഖലകൾ വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തി തരും. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മേഖലകൾ, ആ മേഖലകളെയൊക്കെ വച്ചിട്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കണ്ണടച്ച് ശാന്തമായിട്ട് കർത്താവിൻ്റെ ഈ വലിയ കരുണ, ഏതവസ്ഥയിലും നിലനിൽക്കുന്ന കരുണ, നമുക്ക് വേണ്ടി മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ, ആ കരുണയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. ഈശോ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾ, വ്യക്തി ജീവിതത്തിൻ്റെ പാപങ്ങൾ, ലോകത്തിൽ ദൈവത്തെ മറന്ന് മനുഷ്യന് പ്രാധാന്യം കൊടുത്ത് ഉണ്ടാക്കിയ നിയമങ്ങൾ, ജഡിക സുഖത്തിൻ്റെ ജീവിതങ്ങൾ, അതിലൂടെ പറ്റിപ്പോയ വീഴ്ചകൾ, തിന്മകൾ, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ലക്ഷ്യത്തിനും വിരുദ്ധമായിട്ട് ചെയ്തു പോയ പ്രവൃത്തികൾ, എല്ലാ മേഖലകളെയും ഓർത്ത് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. ഈ ഗാനത്തിന് ഈരടികളോട് ചേർന്ന് കണ്ണുകളടച്ച്, കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ കർത്താവേ, പാപിയാണ് ഞാൻ നാഥ, പാപിയാണ് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ കർത്താവേ, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സ്വയേ കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കരുണയുടെ ചിത്രത്തിലേക്ക് നോക്കുക. ഹൃദയത്തിൽ നിന്ന് തൻ്റെ തിരുരക്തവും തിരുജലവും ഒഴുക്കിക്കൊണ്ട് ലോകം മുഴുവനെ പൊതിയുന്ന കാരുണ്യം ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ തൻ്റെ രൂപം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും കഴുകി വിശുദ്ധീകരിക്കലിലൂടെ ലോകം മുഴുവനെയും കർത്താവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് തിരുജലം കൊണ്ട് കഴുകി അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ മേഖലകളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. പ്രാർത്ഥിക്കേണ്ട മേഖലകൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഈ മേഖലകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ തിരുരക്തം കൊണ്ടും അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ട് കഴുകി അങ്ങേ രക്തത്താൽ കോട്ട കെട്ടി ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോ നമ്മളെ വിശുദ്ധീകരിക്കുന്നത് കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രാർത്ഥിക്കാം മക്കളെ. ഈശോയുടെ തിരുരക്തം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് ഒഴുക്കി. ആ തിരുരക്തത്തിന് തിരുജലത്തിന് സംരക്ഷണമാണ് കരുണയുടെ സംരക്ഷണം. ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ പഠിച്ച പ്രാർത്ഥന, ഇന്നലെ പാടിയ പ്രാർത്ഥന, വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ച കരുണയുടെ പ്രാർത്ഥന, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കും
ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ഈശോയെ, ഈശോയുടെ ഈശോയുടെ പരിശുദ്ധ രക്തം ലോകം മുഴുവനും ഇപ്പോൾ ഒഴുകട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്കും ഒഴുകട്ടെ, എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ. കർത്താവേ, ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തം, അങ്ങയുടെ തിരുജലം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കട്ടെ. ആ നിലയില്ലാത്ത കടലിലേക്ക് അങ്ങയുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കൃപയുടെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഈ കരുണക്കടലിൻ്റെ അഭിഷേകം നൽകുവാൻ വേണ്ടി അങ്ങ് തിരഞ്ഞെടുത്ത ഷെക്കേന ചാനലിനെയും ഇതിലുള്ള എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ലോകം മുഴുവൻ്റെ മേലും കരുണയുടെ വലിയ അഭിഷേകം നിറച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം ഈ ശുശ്രൂഷയായിരിക്കുന്ന മക്കളെയും ലോകം മുഴുവനെയും അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ അങ്ങയുടെ കുരിശിൻ്റെ ശക്തമായ മുദ്രയാൽ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ നിറവ് നൽകുന്ന കുരിശുമാരണത്തിൻ്റെ ശക്തിയാൽ ഞാൻ ആശീർവദിക്കുമ്പോൾ കുരിശിൽ സംഭവിച്ച കാര്യങ്ങൾ, കുരിശിൽ അങ്ങ് ഒഴുക്കിയ കരുണയുടെ വലിയ കടൽ അങ്ങയുടെ മക്കളിലേക്കും ലോകം മുഴുവനിലേക്കും ഒടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയിൽ ചേർത്ത് പിടിച്ച് ആ കരുണക്കടലിൽ മുക്കിയും ആ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള സംരക്ഷണത്തിൽ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും കാത്ത് സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. കേട്ട വചനങ്ങൾക്കനുസരിച്ച് കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.